ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഒരുപാട് ഡെപ്തിൽ പോയി പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ, എന്തു പഠിക്കണം, എവിടെ പഠിക്കണം. കാരണം നമുക്ക് ആദ്യമായിട്ട് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന വിദ്യാഭ്യാസ കമ്മീഷനായിട്ടുള്ള രാധാകൃഷ്ണൻ കമ്മീഷനെ കുറിച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 200-ലധികം പേജുകളുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഞാൻ ഉറപ്പ് തരാം, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ ചോദിക്കാൻ സാധ്യതയുള്ള 1-2 ചോദ്യങ്ങൾ, കഴിഞ്ഞ വർഷം 2 ചോദ്യങ്ങൾ ചോദിച്ചു, എണ്ണം പറഞ്ഞ 2 ചോദ്യങ്ങൾ 2 മാർക്ക് എത്ര ഫ്രണ്ടിൽ പോയെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയാലോ. അപ്പോൾ ആദ്യമേ ഞാൻ പറയുന്നു, തുടക്കം തൊട്ട് ഒടുക്കം വരെ കാണുക, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരെ കാണുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ റെക്കമെൻഡേഷൻസും അതുപോലെ അതിൻ്റെ എല്ലാം വരുന്ന കോഴ്സ് അടക്കം. ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലൊരു ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആകില്ല. അതിന് മലയാളം എടുത്താലും നമ്മൾ ഹിന്ദി ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും രാധാകൃഷ്ണൻ കമ്മീഷൻ നമ്മൾ ഇന്ന് അരച്ച് കലക്കി കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അതും വെറുതെ ഉള്ള പഠനമല്ലടാ, കാണാതെ പഠിത്തം. ഈ കമ്മീഷൻസ് എല്ലാം കാണാതെ പഠിക്കുന്ന പരിപാടി നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചോ. നമ്മൾ അതിൻ്റെ കഥ എന്താണെന്ന് മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് ഓരോ റെക്കമെൻഡേഷനും വന്നത് എന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സഹകാരി നിങ്ങൾക്ക് തരുന്ന വാക്ക് എന്താണ്? യൂണിവേഴ്സിറ്റി അസിന്റെ സ്പെഷ്യൽ ടോപ്പിക് കംപ്ലീറ്റ് നമ്മൾ എടുത്തു തരും, അതും സൗജന്യമായി എടുത്തു തരും. ഓക്കെ, അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണ്, നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലൈക്ക് ബട്ടൺ അമർത്തുക. അതിനോടൊപ്പം ഇതിൻ്റെ നോട്ട്സും അതുപോലെ ഇതിൻ്റെ എക്സാമിനേഷൻ എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരിക. അതിനുവേണ്ടി താഴെ സ്ക്രോളിൽ പോകുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എന്ന കോഡ് ചേർത്ത് വാട്സാപ്പ് ചെയ്താൽ മാത്രം മതിയാവും. നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരാം. കൃത്യമായ മോട്ടിവേഷനോടുകൂടി ഇത്തവണത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സഹകാരിയോടൊപ്പം നമുക്ക് തൂക്കിയെടുക്കാം മക്കളെ, തൂക്കിയെടുക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ആദ്യം എന്താ ചെയ്യണ്ടേ? ഫോൺ DND മോഡ് ഇടുക. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരും. ഇപ്പോൾ എന്താണ്, നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഫോൺ എന്ത് ചെയ്യുക? ഫസ്റ്റ് DND മോഡിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മാത്രം ക്ലാസ് കണ്ടു തുടങ്ങുക. നോക്കാം, രാധാകൃഷ്ണ കമ്മീഷൻ 1948-1949 രാധാകൃഷ്ണ കമ്മീഷനെ നിയോഗിക്കുന്നത് അല്ലേ? ആരാ നിയോഗിക്കുന്നത്? നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട്. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആ സമയത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് പരീക്ഷകൾക്ക് എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ 37 മുതൽ 60% വരെ തോൽവിയായിരുന്നു നമ്മുടെ വിദ്യാർത്ഥികൾക്ക്. ഇതൊരു വളരെ വലിയ ഞെട്ടിക്കുന്ന ഒരു കണക്കായിരുന്നുള്ളതാണ്. ആ സമയത്ത് ഒരു ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തൊഴിൽ നേടാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന യോഗ്യതയായിട്ട് ഡിഗ്രി കിട്ടിയോ തൊഴിൽ കിട്ടി അല്ലേ? ആ സമയത്ത് അങ്ങനെയായിരുന്നു. കാരണം വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രമേ പാസ്സായി പോകത്തുള്ളൂ. മാത്രമല്ല ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കാണാപ്പാഠം പഠിച്ച് മൈൻഡ് റോട്ട് എന്നാണ് പറയുന്നത്. രാധാകൃഷ്ണൻ കമ്മീഷൻ കൃത്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. മൈൻഡ് റോട്ട് ലേണിംഗ് എന്നുള്ള പരിപാടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല റെക്കമെൻഡേഷൻസ് അതിന്റെ കാര്യകാരണ സഹിതം നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ അത്തരത്തിലുണ്ടായിരുന്ന ആ ഒരു എല്ലാം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണൻ അഥവാ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് നമ്മൾ രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വരുന്നത്. 1948 നിയോഗിച്ചു. 1949 അവരെന്ത് ചെയ്തു? അവരുടെ പഠന റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കോട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ഈ കമ്മീഷന്റെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. നോക്കൂ, വി ആർ ബിൽഡിംഗ് എ സിവിലൈസേഷൻ, നോട്ട് എ ഫാക്ടറി ഓർ എ വർക്ക്ഷോപ്പ്. നമ്മൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, സ്വതന്ത്ര ഇന്ത്യ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിവിലൈസേഷൻ, സംസ്കാരമാണ്, ഒരു ഫാക്ടറിയോ ഒരു വർക്ക്ഷോപ്പോ അല്ല. നോക്കൂ, ദ ക്വാളിറ്റി ഓഫ് എ സിവിലൈസേഷൻ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺ ദ മെറ്റീരിയൽ എക്വിപ്മെന്റ് ഓർ ദ പൊളിറ്റിക്കൽ മെഷീനറിയോ മെറ്റീരിയൽ എക്വിപ്മെന്റോ ബേസിക്സിലൊന്നും അല്ല കാര്യം. എന്തിലാ കാര്യം? ബട്ട് ഓൺ ദ ക്യാരക്ടർ ഓഫ് മെൻ. മനുഷ്യരുടെ സ്വഭാവത്തിലാണ്, ക്യാരക്ടറിലാണ് അല്ലേ? ദ മേജർ ടാസ്ക് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞു വെച്ചു ആര്? ഡോക്ടർ S രാധാകൃഷ്ണൻ. ഓക്കെ, കഴിഞ്ഞ തവണ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു PYQ വന്നത് ഇതുപോലൊരു കോട്ട് എടുത്ത് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കോഴ്സ് എല്ലാം നമ്മൾ എടുത്ത് പരിശോധിക്കും. നോക്കാം, ഈ ഒരു കോട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം ഇത് കാണുമ്പോൾ തന്നെ, അതായത് ഇതിന്റെ ലക്ഷ്യവും അതുപോലെ എല്ലാ റെക്കമെൻഡേഷൻ നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ ഏത് കോട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, രാധാകൃഷ്ണൻ കമ്മീഷനെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ഡോക്ടർ S രാധാകൃഷ്ണന്റെ പ്രസ്താവനയാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ടത്.
ഓക്കെ, വളരെ മനോഹരമായ കാഴ്ചപ്പാടാണ്. നമ്മൾ സിവിലൈസേഷൻ ബിൽഡ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? മനുഷ്യരുടെ ആ സ്വഭാവമായിരിക്കണം, ക്യാരക്ടർ ആയിരിക്കണം. ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യലാണ് എന്ത് എഡ്യൂക്കേഷൻ്റെ മേജർ ടാസ്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തുടങ്ങുന്നത്. നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ PYQs പരിചയപ്പെടുന്നു. നോക്കാം മക്കളെ. അക്കോർഡിംഗ് ടു രാധാകൃഷ്ണൻ കമ്മീഷൻ, ദ എയിം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഡസൻറ്റ് ഇൻക്ലൂഡ്. ഈ ചോദ്യം നമുക്ക് 2023 PYQൽ നമുക്ക് കാണാൻ പറ്റും. ഈ ചോദ്യത്തിന് കുറച്ച് പ്രശ്നമല്ല, ആക്ച്വലി ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ അവസാനം പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ടു റീഫോം സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഈ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? അവസാനം വരെയും ചോദ്യങ്ങൾ നിങ്ങൾ അറിയാണ്ട് ഉത്തരം പറയുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരെയും കാണണം. എന്നാൽ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞു, ഇവിടെ നിന്ന് പഠിച്ചെഴുന്നേറ്റ് പോവാം. ഇനി ഇതിനു വേണ്ടി വേറെ സമയം കളയേണ്ടി വരത്തില്ല. നോക്കാം. അതുപോലെ വിച്ച് എഡ്യൂക്കേഷൻ കമ്മീഷൻ സ്ട്രെസ്സിംഗ് അപ്പോൺ വുമൻസ് എഡ്യൂക്കേഷൻ സ്റ്റേറ്റഡ് ദാറ്റ് women's and men's education should have elements in common but should not be in general identical in all respects as it usually the case today. ഓക്കെ, ഇതൊരു കോട്ടാണ്. ആ കോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വുമൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കോട്ടാണ്. അപ്പോൾ ക്ലാസ് പൂർണ്ണമായിട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതോ ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം പിടുത്തം കിട്ടില്ല. ഓക്കെ, അതുപോലെ ഇത് UGC നെറ്റ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യനാണ്. In 1948, under whose chairmanship a university commission was assembled? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. അതുപോലെ പിന്നെ നെറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് കമ്മീഷൻ മെൻഷൻഡ് ദാറ്റ് ഇഫ് വി എക്സ്ക്ലൂഡ് സ്പിരിച്വൽ ട്രെയിനിങ് ഇൻ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ വി വുഡ് ബി അൺട്രൂ ടു അവർ ഹോൾ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത് ആരാണ്? അതും നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അടുത്ത UGC നെറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. Which are the following were the recommendations of the Radhakrishnan Commission regarding medium of instruction in higher education? Higher education medium of instruction ആയിട്ട് ബന്ധപ്പെടുത്തിയുള്ള റെക്കമെൻഡേഷൻസ് ഏതൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? അവസാനം എലിമിനേഷൻ ടെക്നിക്ക് എല്ലാം പഠിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആൻസർ ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അല്ലെങ്കിൽ ശ്രീ എസ് രാധാകൃഷ്ണനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അതിൻ്റെ പേര് നേരത്തെ നമുക്ക് കോത്താരി കമ്മീഷൻ്റെ പേര് ഇതുപോലെ മാറ്റി ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് രാധാകൃഷ്ണൻ കമ്മീഷൻ തന്നിട്ട് ഇതിൻ്റെ ശരിക്കുള്ള പേര് എന്തെന്ന് ചോദിച്ചിട്ടുണ്ട് നേരത്തെ. കോത്താരി കമ്മീഷൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ ചോദിക്കാം, എന്താണ് രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശരിക്കുള്ള പേരെന്ത്? എന്താ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചോദിച്ചു, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി. ഇനി ഇതിന്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ഒഫീഷ്യൽ നെയിം എന്താ പറ മക്കളെ? എന്താണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ്. ഏതാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ്. വർഷം 948 മുതൽ 49 വരെയാണ് അല്ലെ ഒഫീഷ്യൽ നെയിം. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. എന്താണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇയർ 948 മുതൽ 949 വരെ. ആരാ ചെയർമാൻ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് അല്ലേ. അദ്ദേഹം ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് എന്തിലേക്ക് ഈ ഒരു കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയോഗിക്കുന്നത്. അതുപോലെ അപ്പോയിന്റ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പർപ്പസ് എന്താണ്? ടു സ്റ്റഡി ദ പ്രോബ്ലംസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് സജസ്റ്റ് റിഫോംസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ അല്ലെ. എന്താണ്? നിലവിലുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ പ്രോബ്ലംസ് പഠിക്കുകയും എന്താണ് അതിനെ റിഫോം ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഈ ഒരു കമ്മീഷനെ കൊണ്ടുവന്നത്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് മേജർ കമ്മീഷൻ ഓൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള പ്രീ ഇൻഡിപെൻഡൻസിന്റെ കാര്യങ്ങളും നമുക്കങ്ങനെ വലുതായിട്ടില്ല. നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ മക്കളെ? പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ള ഫസ്റ്റ് മേജർ കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. എന്താണ് മക്കളെ? രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെ. അതുപോലെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് മേജർ കമ്മീഷൻ ഹയർ എഡ്യൂക്കേഷൻ ആണ്. മനസ്സിലാക്കുക, ഹയർ എഡ്യൂക്കേഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ നിങ്ങൾക്ക് അറിയാം, മുതലിയർ കമ്മീഷനാണ്. അടുത്ത ക്ലാസ് ആയിട്ട് വരുന്നുണ്ട്. അടുത്ത ക്ലാസ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 കാര്യം ചെയ്യണം. ഒന്നും ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ക്ലാസ് ആവശ്യമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ലൈക്കുകളും കമന്റുകളും കുമിഞ്ഞു കൂടുമ്പോഴത്തേക്കും ക്ലാസ് അതിഗംഭീരമാകും. ഒരു സംശയമില്ല, നമുക്കിത് എടുക്കാനുള്ള ആവേശം വരും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങളെ കൃത്യമായ അഭിപ്രായം കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടെങ്കിൽ, ശ്രദ്ധിക്കൂ, ഇത് പ്രയോജനപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ 1 മാർക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞ് ഫോൺ മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും ഒരുവിധപ്പെട്ട കാര്യങ്ങൾ തലേ കയറി എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അഭിപ്രായം താഴെ കമന്റ് ചെയ്തേക്കണം മക്കളെ. എന്നാൽ മാത്രമേ അടുത്ത ക്ലാസ്സിൽ വരത്തുള്ളൂ. നോക്കൂ ഫസ്റ്റ് മേജർ കമ്മീഷൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ശ്രദ്ധിക്കുക, ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ. മറന്നു പോകരുത് അല്ലെ. അതുപോലെ ഫോക്കസ് എന്തിലായിരുന്നു? എക്സ്ക്ലൂസീവ്ലി ഓൺ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആയിട്ട് പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനുശേഷം UGC NP എപ്പോഴും രാധാകൃഷ്ണൻ കമ്മീഷനെ ബന്ധപ്പെട്ട് ചോദ്യം UGC റെക്കമെൻഡ് ചെയ്ത കമ്മീഷൻ ചോദിക്കും അല്ലെ. നോർമൽ നമ്മുടെ PSC എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്.
ഓക്കെ, അതുപോലുള്ള ലേറ്റർ റിഫോംസിനും കാരണമായ കമ്മീഷൻ അതാണ് രാധാകൃഷ്ണ കമ്മീഷൻ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ആരാണ് എസ് രാധാകൃഷ്ണൻ? നമുക്കറിയാം, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടില്ല അതേക്കുറിച്ച് അല്ലേ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയുടെ സുസ്ഥിര വികസനത്തിൽ കൃത്യമായ പങ്ക് വഹിച്ചൊരു സ്കോളറായിരുന്നു ശ്രീ എസ് രാധാകൃഷ്ണൻ, അല്ലെങ്കിൽ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം 1988 സെപ്റ്റംബർ 5 ജനിച്ചത്. സെപ്റ്റംബർ 5 സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടൊരു സന്തോഷം, ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് തോന്നി. എന്താണെന്ന് പറയുക, 2021 സെപ്റ്റംബർ 5 എനിക്ക് കുറേ മെസ്സേജുകൾ കിട്ടി. ആ മെസ്സേജുകൾ കിട്ടിയപ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരൊക്കെയോ എന്നെ ഒരു ടീച്ചറായിട്ട് എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ മെസ്സേജ് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്തൊരു എന്താ പറയുക, ഒരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നോക്കൂ മക്കളെ, ഇനി മറന്നുകൂടാ. എന്താണ് സെപ്റ്റംബർ 5 നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നു? അധ്യാപക ദിനമായിട്ട് ആഘോഷിക്കുന്നു അല്ലേ. അധ്യാപക ദിനം മറന്നുപോകരുത്. സെപ്റ്റംബർ 5 അല്ലെ, സെപ്റ്റംബർ 5 888 സെപ്റ്റംബർ 5 ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജനിച്ചത്. അദ്ദേഹം 975 വരെ ജീവിച്ചിരുന്നു അല്ലെ. 17 ഏപ്രിൽ 1975 മരിക്കുന്നത്. അപ്പൊ നോക്കാം, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് 952 മുതൽ 962 വരെ അല്ലെ, 952 മുതൽ 962 വരെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം 962 മുതൽ 67 വരെയുള്ള വർഷക്കാലത്തിൽ എന്തായിരുന്നു, പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചു അല്ലെ. അതുപോലെ എന്താണ്, അതുപോലെ നേരെ നോക്ക്, ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന അദ്ദേഹത്തിനെ നേരെ എങ്ങോട്ട് കൊണ്ടുവരുന്നു, കമ്മീഷന്റെ ചെയർമാനായിട്ട് കൊണ്ടുവരുന്നു. അപ്പൊ 49 എന്ത് ചെയ്യുന്നു, ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പൊ 949 952 എന്ന കാലയളവിൽ അദ്ദേഹം എന്തായിരുന്നു നോക്ക, സോവിയറ്റ് യൂണിയനിൽ ഇന്ത്യൻ അംബാസഡർ ആയിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 949 മുതൽ 952 വരെ. 52 ആയപ്പോ എന്തായി, വൈസ് പ്രസിഡന്റ് ആയി. എത്ര, 52 തൊട്ട് 62 വരെ 10 വർഷം കേട്ടോ. അത് കഴിഞ്ഞ് 62 ടു 67 5 വർഷം അദ്ദേഹം പ്രസിഡന്റും ആയി അല്ലേ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ അല്ലേ. ഓക്കെ, അപ്പൊ അതിന് മുന്നോട്ടുള്ള ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആകുന്നതിന് മുന്നേ നോക്ക്, ആന്ധ്ര യൂണിവേഴ്സിറ്റി അല്ലേ. ആന്ധ്ര യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു 930 തൊട്ട് 936 വരെ. പിന്നെ ഭാരത് എന്ന അദ്ദേഹത്തിന് കിട്ടുന്ന ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ അല്ലേ. അതും വർഷം മക്കളെ ശ്രദ്ധിക്കുക, 954 അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുത്ത് ആദരിച്ചു അല്ലേ. ശ്രദ്ധിക്കുക എസ് രാധാകൃഷ്ണനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, ഒന്നുപോലും വിട്ടുപോകരുത്. ശ്രദ്ധിക്കൂ, സെപ്റ്റംബർ 5 എന്ന് പറയുമ്പോൾ എന്താ മക്കൾ, നമ്മുടെ അധ്യാപക ദിനമാണ്. എന്താണ് അധ്യാപക ദിനം? ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, അല്ലെങ്കിൽ ശ്രീ എസ് രാധാകൃഷ്ണൻ അവർ അല്ലേ. അതുപോലെ നോക്കൂ, അദ്ദേഹത്തിന്റെ ആ ഒരു സർവീസ് കാലയളവ് നമുക്ക് നോക്കാം. ആന്ധ്ര യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്നു 931 മുതൽ 936 വരെ അല്ലേ. ഒരു 4 വർഷക്കാലം നോക്കൂ. അതിനുശേഷം 939 മുതൽ 948 വരെ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ട് അദ്ദേഹം ചുമതലയേൽക്കുന്നു. അവിടെ നേരെ എങ്ങോട്ട് വരുന്നു, നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനിലേക്ക് വരുന്നു. 949 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിനുശേഷം 949 ശേഷം 949 മുതൽ 952 വരെ എന്താകുന്നു, അംബാസഡർ ആകുന്നു അല്ലെ. റഷ്യയിൽ, സോവിയറ്റ് യൂണിയനിൽ ഇന്ത്യയുടെ അംബാസഡർ ആയിട്ട് പോകുന്നു. അതിനുശേഷം 52 ആരാകുന്നു, വൈസ് പ്രസിഡന്റ് ആകുന്നു. 52 മുതൽ 62 10 വർഷം അല്ലെ. അതിനുശേഷം 5 വർഷ കാലയളവിൽ 62 മുതൽ 67 വരെ ആരാകുന്നു, പ്രസിഡന്റ് ആയിട്ട് മാറുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഒരു മാല പോലെ, ചങ്ങല പോലെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കമ്മീഷന്റെ കോർ ഫിലോസഫി ആൻഡ് എയിംസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ദ കമ്മീഷൻ വ്യൂഡ് യൂണിവേഴ്സിറ്റീസ് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ ഈ കമ്മീഷൻ വരുന്ന സമയത്ത് എന്തായിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത് മിയർ ഡിഗ്രി ഫാക്ടറീസ്. ഫാക്ടറി അല്ലെ, ഡിഗ്രി ഉണ്ടാക്കുന്ന ഫാക്ടറികളായിട്ട് മാത്രമാണ് അന്നത്തെ യൂണിവേഴ്സിറ്റിനെ ആര് കാണുന്നത്? അന്നത്തെ കമ്മീഷനും അതുപോലെ സർക്കാരും എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. കാര്യാവസ്ഥ അത്ര ദയനീയമായിരുന്നു. ഒന്ന്, നമുക്ക് ഇന്റർമീഡിയറ്റ് പരീക്ഷ ജയിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവ്, ജയിച്ചു വന്നാലും കുട്ടികൾ ജസ്റ്റ് പാസ്സാവുന്ന കുട്ടികളെ നേരെ എവിടെ കൊണ്ടുവരുന്നു, കോളേജിൽ കൊണ്ടുവരുന്നു. അവിടെ തന്നെ യൂണിവേഴ്സിറ്റികളും അതുപോലെ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റികളും. അഫിലിയേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവും. ആ യൂണിവേഴ്സിറ്റി ജോലി എന്താണ്? പരീക്ഷ നടത്തുക സർട്ടിഫിക്കറ്റ് കൊടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ അഫിലിയേറ്റിംഗ് കോളേജുകൾ ഉണ്ടായിരിക്കും. അവർ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി കൊണ്ട് അഫിലിയേറ്റ് ചെയ്യും. അവരവിടെ പഠിപ്പിക്കുന്നോ ഇല്ലയോ ഒന്നും അറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിൽ അത് 100 കണക്കിന് 100ഉം 150ഉം പിള്ളേരെ കുത്തി നിറച്ച ക്ലാസ് റൂമുകളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, അരാജകത്വം നിറഞ്ഞൊരു സിറ്റുവേഷൻ ആയിരുന്നു പണ്ട്. ആ സമയത്താണ് ആര് വരുന്നത്? നമ്മുടെ ഈ കമ്മീഷൻ വരുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? യൂണിവേഴ്സിറ്റികളെ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? അവ ഡിഗ്രി ഫാക്ടറീസ് അല്ല അല്ലേ, നേഷൻ ബിൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടാണ് ആര് പരിഗണിച്ചത്? നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ പരിഗണിച്ചത്. ഓക്കെ, അപ്പോൾ എന്താണ്
അപ്പോൾ എന്താണ് കമ്മീഷൻ വ്യൂഡ് യൂണിവേഴ്സിറ്റീസ് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഷുഡ് സെർവ് ദ നേഷൻ ഹോളിസ്റ്റിക്കലി, അല്ലെ, സമ്പൂർണ്ണമായിട്ടും രാജ്യസേവനം, അല്ലെ, രാജ്യത്തെ സേവിക്കാൻ പ്രാപ്തരായിട്ടുള്ള നല്ല സിറ്റിസൺസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നേഷൻ ബിൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടാണ് ആര് രാധാകൃഷ്ണൻ കമ്മീഷൻ യൂണിവേഴ്സിറ്റിയിൽ കണ്ടത്. ഓക്കെ അല്ലേ, നോക്കാം. ആദ്യത്തെ കോട്ടിൽ പറഞ്ഞു അല്ലേ, പേഴ്സണാലിറ്റിയെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് എയിംസ് അല്ലെങ്കിൽ കോർ ഫിലോസഫി നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ടു ഡെവലപ്പ് ദ ഹോൾ പേഴ്സണാലിറ്റി, ഇന്റലക്ച്വൽ, ഭൗതികമായിട്ടും മോറലായിട്ടും സ്പിരിച്വൽ ആയിട്ടുമുള്ള ഹോൾ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ പ്രൊമോട്ട്, ഇതെല്ലാം കാണാൻ പഠിച്ചു വെക്കേണ്ട കേട്ടോ. നിങ്ങൾ പഠിക്കേണ്ട സാധനം എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, കഥ പോലെ കേട്ടിരിക്കേണ്ട കാര്യമാണ്. പ്രൊമോട്ട് ഡെമോക്രസി ആൻഡ് സിറ്റിസൺഷിപ്പ്, അല്ലെ, ഡെമോക്രസിയെ, നമ്മുടെ ജനാധിപത്യത്തെ പ്രൊമോട്ട് ചെയ്യണം. അതിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വിദ്യാഭ്യാസം മാത്രം പോരാ, വിവരം കൂടെ വേണമെന്നാണ് പറഞ്ഞത്. എന്താ? നോളജും വിസ്ഡവും രണ്ടാണെന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ഓക്കെ, അപ്പോൾ എന്താണ്? കൃത്യമായിട്ട് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പോൾ എന്താണ്? യൂണിവേഴ്സിറ്റിയിലെ ശരിക്കുള്ള ചുമതല നാളത്തെ പൗരന്മാരെയും നാളത്തെ ലീഡേഴ്സിനെയും വാർത്തെടുക്കുകയാണെന്നും നമ്മുടെ കമ്മീഷൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് മക്കളെ? പ്രൊമോട്ട് ഡെമോക്രസി ആൻഡ് സിറ്റിസൺഷിപ്പ്, അതുപോലെ ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ശാസ്ത്രീയമായ അവബോധം നമ്മുടെ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ എല്ലാം വിളനിലമായിരുന്നു ഇന്ത്യ, നിങ്ങൾക്ക് അറിയാം. എന്തായാലും നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ 1947 അർദ്ധരാത്രിയാണ് എന്നതിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. എന്തുകൊണ്ടാണ് അർദ്ധരാത്രി അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തത്? അത് ശരിക്കും ഗ്രഹനില കറക്റ്റ് അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഗ്രഹനില നോക്കിയിട്ടാണ് ആ ഒരു സമയം, സ്വാതന്ത്ര്യ പ്രഖ്യാപന സമയം തീരുമാനിച്ചെന്നൊക്കെ പല പുസ്തകങ്ങളിലും പറയപ്പെടുന്നു. എന്നാലും ഒരുപാട് അന്ധവിശ്വാസങ്ങളെല്ലാം കീഴടക്കിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നിലവിലും ഉണ്ടല്ലേ, ഒത്തിരി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു സയന്റിഫിക് ടെമ്പർ, ഒരു ശാസ്ത്രീയ ചിന്താഗതി വളർത്തിയെടുക്കണം എന്നുള്ളത് എന്തായിരുന്നു നമ്മുടെ കമ്മീഷന്റെ ഒരു കോർ ഫിലോസഫി ആയിരുന്നു. അതുപോലെ പ്രിസർവ് ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യയുടെ സംസ്കാരത്തെ പ്രിസർവ് ചെയ്യുക. അതുപോലെ പ്രൊമോട്ട് റിസർച്ച് ആൻഡ് നോളജ് ക്രിയേഷൻ, അല്ലെ, അതായത് നേരത്തെ പറഞ്ഞതാണ് നോട്ട് എ ഡിഗ്രി ബിൽഡിംഗ് ഫാക്ടറി, നേഷൻ ബിൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് എന്ത് യൂണിവേഴ്സിറ്റിയെ പരിഗണിച്ചത്. നോക്കൂ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ഒരു സാധനം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാധാകൃഷ്ണൻ കമ്മീഷൻ എഴുതുക, അല്ലെങ്കിൽ ഇത് പ്രസ്താവന വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന വരുന്നതാണ്: യൂണിവേഴ്സിറ്റീസ് ആർ നോട്ട് ഡിഗ്രി ബിൽഡിംഗ് ഫാക്ടറി, നേഷൻ ബിൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്ന് പറഞ്ഞത് ആരാണ് മക്കളെ? രാധാകൃഷ്ണൻ കമ്മീഷൻ. മറന്നു പോകരുത്. ഈ ഒരു ഭാഗത്തു നിന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന കോട്ട് ഇതാണ്. എന്താണ്? യൂണിവേഴ്സിറ്റീസ് ആർ നോട്ട് ഡിഗ്രി ബിൽഡിംഗ് ഫാക്ടറീസ്, ബട്ട് എന്താണ്? നേഷൻ ബിൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ റിപ്പോർട്ടിന്റെ ഒരു കോർ ഫിലോസഫി എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി എയിംസ്, ഇതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് കടക്കുമ്പോഴത്തേക്ക് നോക്കൂ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ബൗദ്ധികമായിട്ടുള്ള വികാസം, അല്ലെ, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലക്ച്വൽ പവേഴ്സ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റീസ് ഇൻ സ്റ്റുഡൻസ്. അതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഓരോന്നായിട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെടുത്തി വരുന്ന റെക്കമെൻഡേഷൻ ആയിരുന്നു എന്ത്? യൂണിവേഴ്സിറ്റിയിൽ ടെക്സ്റ്റ് ബുക്ക് പാടില്ല എന്ന് പറഞ്ഞു കമ്മീഷൻ. ടെക്സ്റ്റ് ബുക്ക് പാടില്ല. എന്താ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേർ അതിരുന്ന് വീട്ടിൽ ഇരുന്ന് പഠിച്ച് കാണാപ്പാടം പഠിച്ച് പരീക്ഷ എഴുതും, അല്ലേ? അത് വേണ്ട, ആ സിലബൈ മാത്രമേ ഉള്ളൂ. ആ സിലബൈക്ക് അടിസ്ഥാനമാക്കി പോയി റെഫർ ചെയ്ത് പഠിക്കടാ എന്ന് പറഞ്ഞു, അല്ലേ? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഒന്നാമത്തെയും. രണ്ടെന്താണ്? ട്രെയിനിങ് ഫോർ ഡെമോക്രസി, പ്രിപ്പയർ സിറ്റിസൺസ് ഫോർ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് സിവിക് റെസ്പോൺസിബിലിറ്റി, അല്ലെ, നമ്മുടെ സിറ്റിസൺസിനെ, നമ്മുടെ പൗരന്മാരെ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട്, അല്ലെ, എന്താണ് ഡെമോക്രസി, എന്താണ് ജനാധിപത്യം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അറിവ് വേണം, അല്ലേ? പണ്ട് കാലത്ത് അറിവ് ഇല്ലാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലേ? അതായത് നമുക്ക് എഴുത്തും വായനയും പോലും അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിനിമയിലെ കണ്ടാവും, ഒരാളിരുന്ന് പത്രം വായിക്കും, അല്ലേ? ഒരാളിരുന്ന് പത്രം വായിക്കും, ചിറ്റാകെ ഇരുന്ന് എഴുത്തും വായന അറിയാത്ത കുറച്ച് ആൾക്കാർ കേൾക്കും, അല്ലേ? അവന് തോന്നുന്ന പോലെ വായിച്ചാൽ, അല്ലെ, ഇല്ലാത്തൊരു വാർത്ത വായിച്ചാൽ ഈ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? വിശ്വസിക്കും, അല്ലേ? അവിടെ എന്താണ്? ഡെമോക്രാസിക്ക് പങ്കുണ്ടോ? ഇല്ല. ഒരു സർക്കാർ കാണിക്കുന്ന അനീതികളെ കുറിച്ച് വാർത്ത വരുമ്പോഴത്തേക്ക് ഇത് വായിച്ചില്ലെങ്കിലോ പാവപ്പെട്ടവർ അറിയോ? ഇല്ല. അപ്പൊ എന്താണ്? എഡ്യൂക്കേഷൻ എല്ലാവർക്കും ആക്സസിബിൾ ആവണം, അല്ലേ? എല്ലാവർക്കും കിട്ടണം. പ്രിപ്പയർ സിറ്റിസൺസ് ഫോർ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് സിവിക് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അടുത്ത നാഷണൽ യൂണിറ്റി, പ്രൊമോഷൻ ഓഫ് നാഷണൽ യൂണിറ്റി ആൻഡ് ഇന്റഗ്രേഷൻ അക്രോസ് ഇന്ത്യ, അല്ലെ? ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടിയിട്ടാ, അല്ലാന്നുണ്ടെങ്കിൽ ദേശീയത എന്ന് പറയുന്ന ആശയത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാ.
അതുപോലെ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാഷ്ട്രമാണ് അല്ലേ. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ എയിംസ് നോക്കും. എന്തൊക്കെയാ മക്കളെ? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ട്രെയിനിങ് ഫോർ ഡെമോക്രസി, നാഷണൽ യൂണിറ്റി, അടുത്ത എന്താണ് കൾച്ചറൽ ഹെറിറ്റേജ്, പ്രിസർവേഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ട്രഡീഷൻസ്. നമ്മുടെ ഇന്ത്യയുടെ ട്രഡീഷൻസും കൾച്ചേഴ്സും പ്രിസർവ് ചെയ്യുക. അടുത്ത് നോക്കാം സയന്റിഫിക് ഔട്ട്ലുക്ക്, പ്രൊമോഷൻ ഓഫ് സയന്റിഫിക് ടെമ്പർ ആൻഡ് റാഷണൽ തിങ്കിങ് അല്ലേ. നമ്മുടെ നാട്ടുകാരിൽ അന്ധവിശ്വാസങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രീയമായ മനോവ്യാപാരം അല്ലെ. അതുപോലെ എന്താണ് റാഷണൽ തിങ്കിങ്, റാഷണലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ചിന്തിക്കാൻ പറ്റുക അല്ലെ. മുൻകൂട്ടിയുള്ള മുൻവിധികളില്ലാതെ ഏത് ശരി ഏത് തെറ്റ് എന്ന് ചിന്തിക്കാൻ പറ്റുക. അതിനു വേണ്ടിയുള്ള സയന്റിഫിക് ഔട്ട്ലുക്ക് മറ്റൊരു ലക്ഷ്യം, മറ്റൊരു എയിം. അതുപോലെ മോറൽ വാല്യൂസ്, ഡെവലപ്മെന്റ് ഓഫ് മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് ഇൻ സ്റ്റുഡൻസ്. ഇത് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട ഒരു എയിം ആയിരുന്നു. ഇതിന്റെ റെക്കമെൻഡേഷൻസും ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എന്താണെന്ന് പറഞ്ഞു തരും. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എയിംസ് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനിലേക്ക് പോവുകയാണ്. നോക്കാം. ഒന്നാമത്തെ റെക്കമെൻഡേഷൻ, ആദ്യം 1 മുതൽ 5 വരെയുള്ള റെക്കമെൻഡേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മക്കളെ സ്ട്രക്ചർ ആൻഡ് കരിക്കുലുമായിട്ട് ബന്ധപ്പെടുത്തി ഞാനൊന്ന് റീസ്ട്രക്ചർ ചെയ്തേക്കാണ് കേട്ടോ. നമുക്ക് 1, 2, 3 ഒന്നാമത്തെ റെക്കമെൻഡേഷൻ ഏത്, രണ്ടാമത്തെ ഏതെന്നൊന്നും ഒരിക്കലും ചോദിക്കില്ല. ഞാൻ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. നോക്കൂ. കീ സ്ട്രക്ചറൽ റിഫോംസ് റെക്കമെൻഡ് ബൈ ദ രാധാകൃഷ്ണൻ കമ്മീഷൻസ് ഫോർ യൂണിവേഴ്സിറ്റീസ് നമുക്ക് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഈ റെക്കമെൻഡേഷൻസിൽ കടന്നു പോകുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ഒന്ന് കഥ പോലെ ഒന്ന് ചുരുക്കി പറയാം. രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നു. നമുക്കറിയാം ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടെ ആൾക്കാർ വന്ന് തിങ്ങി നിറഞ്ഞിരുന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ ടീച്ചറെ കൃത്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. വലിയ ക്ലാസ് റൂമുകളാണ്. പിള്ളേർക്ക് പുസ്തകമുണ്ട്, പിള്ളേർ പുസ്തകം വീട്ടിൽ ഇരുന്നൊക്കെ വായിച്ച് പരീക്ഷ എഴുതുന്നു. പിള്ളേർ കറക്റ്റ് സ്കൂളിലല്ല കോളേജിൽ വരുന്നില്ല. അതുപോലെ പാസ് ഔട്ട് ആകുന്ന ആൾക്കാരുടെ ശതമാനം വളരെ കുറവ്. അതുപോലെ അവരുടെ ഇന്റലക്ച്വൽ എബിലിറ്റീസ് എന്ന് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി അവിടെ ഇല്ല. ഇതാണ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിലാണ് വരുന്നത്. ആദ്യമായിട്ട് നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യം എന്താ മക്കളെ? മികച്ച പൗരന്മാരെയും നാളത്തെ നേതാക്കളെയും വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലേ ആണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്താൽ ഇത് ശരിയാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമേ പറഞ്ഞു റോട്ട് വേണ്ട, അതായത് മൈൻഡ് റോട്ട് വേണ്ട, ചുമ്മാ കാണാതെ പഠിച്ച് പരീക്ഷ പരിപാടി നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി എന്താ പറഞ്ഞേ? ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പാഠപുസ്തകം എടുത്ത് ദൂരെ കളയാം, പാഠപുസ്തകം വേണ്ട. പിന്നെ എന്താണ്? സിലബസ് ഉണ്ട്, സിലബസ് തരും നിങ്ങൾക്ക്, അത് വെച്ച് നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ റെഫർ ചെയ്ത് പഠിക്കണമെങ്കിൽ എന്ത് വേണം? പിള്ളേർ കറക്റ്റായിട്ട് കോളേജ് വരണം അല്ലേ. മാത്രമല്ല അവർക്ക് ലൈബ്രറിയുടെ ആക്സസ് വേണം, വലിയ ലൈബ്രറി വരണം. മെക്കാറുടെ മിനിറ്റ്സിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, തമാശയായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കോട്ടുണ്ട്. എന്താണ്? അറേബ്യയിലെയും ഇന്ത്യയിലെയും സകലമാന പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ യൂറോപ്പിലെ ഒരു ലൈബ്രറിയുടെ ഒരു ഷെൽഫിന് തുല്യമായിട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിൽപ്പുണ്ട്, അത് നിങ്ങൾ ഓർത്ത് വെച്ചോ. മെക്കാറുടെ മിനിറ്റ്സ് പറയുമ്പോഴത്തേക്കും അത് പറഞ്ഞുതരാം. എന്തായാലും ഞാൻ പറഞ്ഞത് ലൈബ്രറിയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും മക്കളെ ലൈബ്രറി യൂസ് ചെയ്യണം. ചുമ്മാ പറ്റൂല. ഒരു സാധാരണപ്പെട്ട കുട്ടി അതുവരെ ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നൊരു കുട്ടി ലൈബ്രറി പോയി പഠിച്ചോളാൻ ഞാൻ പറ്റത്തില്ല അല്ലേ. ആ സമയത്ത് വേറെ എന്താ കുഴപ്പമുള്ളത്? അധ്യാപകരുടെ ശമ്പളം വളരെ കുറവായിരുന്നു. മാത്രമല്ല അധ്യാപകരുടെ എണ്ണം വളരെ കുറവ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ 100-150 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ് റൂമിലാണ് ഒരു അധ്യാപകൻ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് പുസ്തകമൊന്നുമില്ല, നിങ്ങൾ പോയി എന്ത് ചെയ്യാൻ പറഞ്ഞിരുന്നു? നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി പോയി പഠിക്കാമെന്ന് നടക്കൂലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്യൂട്ടോറിയൽ സിസ്റ്റം കൊണ്ടുവന്നു. എന്താ ട്യൂട്ടോറിയൽ സിസ്റ്റം? ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. 6 പേരെ മാക്സിമം ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ടീച്ചർക്ക് പഠിപ്പിക്കുന്നതിൽ മാക്സിമം 6 പേര് പഠിപ്പിക്കുകയല്ല, കൃത്യമായി ട്യൂട്ടോറിയൽ കൊടുക്കുക. ഇതാണ് മക്കളെ സിലബസ്. നിങ്ങൾ ഇന്ന പുസ്തകങ്ങൾ റെഫർ ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ നോക്കിയെടുത്തുകൊണ്ട് വാ എന്ന് ഒരു ഗൈഡൻസ് കൊടുക്കുക, ട്യൂട്ടോറിയൽ സിസ്റ്റം. അപ്പോൾ നോക്കുമ്പോൾ എന്താ കുഴപ്പം? അധ്യാപകരുടെ എണ്ണം കുറവ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 100 പേർക്കൊക്കെ ഒരു അധ്യാപകൻ. അവിടെ കൃത്യമായിട്ടുള്ള റിഫോം കൊണ്ടുവന്നു. 4 കാറ്റഗറി ആയിട്ട് അധ്യാപകരെ വിഭജിച്ചു എന്നുള്ളതാണ്. അതെല്ലാം ഞാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ജൂനിയേഴ്സിനുള്ള 2 കാറ്റഗറിയുടെ അനുപാതം 2:1 ആയി. അതായത് 4 ജൂനിയേഴ്സ് ഉണ്ടെങ്കിൽ എത്ര? 2 സീനിയേഴ്സ്. അപ്പോൾ എന്തിനാണ് ഈ ട്യൂട്ടോറിയൽ സിസ്റ്റം നടപ്പിലാക്കാൻ പറ്റും അല്ലേ. അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവരെ 6 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ പിടിച്ചിരുത്തി വായിപ്പിച്ചിട്ട് ലൈബ്രറി വിടാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം അവിടെ കൊണ്ടുവന്നു. അപ്പോൾ പിള്ളേർ കറക്റ്റായിട്ട് വരണം അല്ലേ, കറക്റ്റായിട്ട് വരണം. അതുകൊണ്ട് തന്നെ 180 പ്രവൃത്തി ദിവസങ്ങൾ കേട്ടോ, 180 പ്രവൃത്തി ദിവസങ്ങൾ വേണമെന്ന് പറഞ്ഞു. അതുപോലെ 180 പ്രവൃത്തി ദിവസങ്ങളിൽ പരീക്ഷാ തീയതികൾ ഉൾപ്പെടാനും പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ. പിന്നെ മസ്റ്റാക്കി UG പ്രോഗ്രാമിൽ അറ്റൻഡൻസ് മസ്റ്റാക്കി, വീട്ടിൽ ഇരുന്ന് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതണ്ടെന്ന് പറഞ്ഞു.
ഇതൊക്കെയാണ് സംഭവിച്ചത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ റിഫോംസുമായിട്ട് ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള കാര്യങ്ങൾ. ഒരു രത്ന ചുരുക്കം. ഈ കാര്യങ്ങൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ റെക്കമെൻഡേഷൻ നോക്കാം. ഒന്ന് യൂണിവേഴ്സിറ്റി സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. എന്തൊക്കെ പറഞ്ഞത്? യൂണിവേഴ്സിറ്റീസ് ഷുഡ് ബി ടീച്ചിങ് പ്ലസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു. എന്താണ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും? ടീച്ചിങ് ഉണ്ടായിരിക്കണം, റിസർച്ചും ഉണ്ടായിരിക്കണം. നോട്ട് മിയർ എക്സാം ബോഡീസ്. എക്സാം ബോഡീസ് മാത്രമായിട്ട് പ്രവർത്തിക്കരുത്. അതിനോടൊപ്പം റെഡ്യൂസ് ഓവർ അഫിലിയേഷൻ എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ പ്രധാനമായിട്ടും ടീച്ചിങ് അതിനോടൊപ്പം അഫിലിയേഷനൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം അഫിലിയേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടായിരുന്നു. അതായത് യൂണിവേഴ്സിറ്റി ഇവിടെ നിൽക്കും, എന്താണ് പിള്ളേരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിക്കും, വേറൊരു കോളേജാണ് ഇവിടെ നിന്ന് അഫിലിയേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ആ കോളേജിന് അഫിലിയേഷൻ കൊടുക്കും. ആ കോളേജിൽ പഠിപ്പിക്കാതിരിക്കുമോ? അവരെന്തായാലും പരീക്ഷ നടത്തും. പരീക്ഷ നടത്തുന്നത്? പരീക്ഷ യൂണിവേഴ്സിറ്റി നടത്തും. ഫീസും ആർക്ക് കിട്ടും? യൂണിവേഴ്സിറ്റിയും കിട്ടും, ആ കോളേജിനും കിട്ടും. പിള്ളേർ കുറച്ചൊക്കെ പാസ്സാവില്ല, അത് അവരെ വഴിക്ക് അങ്ങ് പോകും. അപ്പോൾ അത്തരത്തിൽ ഓവർ അഫിലിയേഷൻ ഉണ്ടായിരുന്നു, അത് വേണ്ടാന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ എന്താണ് ഞാൻ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി എന്താണ്? മിയർ എക്സാം ബോഡി മാത്രമാണ്. എക്സാം മാത്രം നടത്തുക, സിലബസും ടെക്സ്റ്റ് ബുക്കും കൊടുക്കുക, എക്സാം നടത്തുക, അത്ര മാത്രമേ ഉള്ളൂ ഡ്യൂട്ടി, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പൊ എന്താണ് യൂണിവേഴ്സിറ്റി എന്തായിരിക്കണം എന്ന് പറഞ്ഞു? ഷുഡ് ബി ടീച്ചിങ്. അവരെ ടീച്ചിങ് നടക്കണം, അധ്യാപനം നടക്കണം, അതിനോടൊപ്പം റിസർച്ചും നടക്കണം എന്ന് പറഞ്ഞു. റിസർച്ച് എന്ന് പറഞ്ഞ എന്താണ്? നേരത്തെ പറഞ്ഞതാണ് നോളജ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് യൂണിവേഴ്സിറ്റികൾ എന്നാണ് നമ്മുടെ കമ്മീഷൻ അഭിപ്രായപ്പെട്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? റിസർച്ച് ആണ് നടക്കണം അല്ലേ? അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് യൂണിവേഴ്സിറ്റി എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു? യൂണിവേഴ്സിറ്റി ഷുഡ് ബി ടീച്ചിങ് പ്ലസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. അതുപോലെ എന്താകാൻ പാടില്ല? വെറും എക്സാമിനേഷൻ നടത്താൻ വേണ്ടി മാത്രമുള്ള ബോഡി ആകാൻ പാടില്ല. അതിനോടൊപ്പം എന്താണ്? ഓവർ അഫിലിയേഷൻ കുറയ്ക്കണമെന്നും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ആർഡർ ഓൺ ദ കൺകറന്റ് ലിസ്റ്റ്. ഇത് കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു എന്താണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്കറിയാം കൺകറന്റ് ലിസ്റ്റ് എന്താണെന്നുള്ള കാര്യം. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് അല്ലേ, അതുപോലെ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്. ഇവിടെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും രാജ്യത്തിനും സംസ്ഥാനത്തിനും ഏകദേശം തുല്യ അധികാരമുള്ളത്. അതായത് നമുക്ക് ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ആർക്ക് നിർണ്ണയിക്കാം? രാജ്യത്തിന് നിർണ്ണയിക്കാം അല്ലെ. ക്വാളിറ്റി നിർണ്ണയിക്കാനും ഫണ്ടിങ് എല്ലാം രാജ്യം ചെയ്യും. അതുപോലെ സംസ്ഥാനങ്ങൾക്ക് അതാത് സ്ഥലങ്ങളുമായി ബന്ധപ്പെടുത്തി കുറച്ച് വ്യത്യാസങ്ങളെല്ലാം അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സജസ്റ്റ് ചെയ്യാനുള്ള ഈക്വൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്ന തരത്തിലുള്ള കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആരാ പറഞ്ഞ മക്കളെ? രാധാകൃഷ്ണൻ കമ്മീഷനാണ് പറഞ്ഞത് അല്ലേ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് പഠിച്ചോണം. ഇവിടെ പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? ഈ കാര്യം പഠിക്കുക. നിങ്ങൾ ഈ ഒന്നാമത്തെ റെക്കമെൻഡേഷൻ എന്താണെന്ന് പഠിക്കണം. നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കണം, കാണാതെ പഠിക്കണം, അത് മനസ്സിലാക്കി വെക്കണം. എന്താണ്? യൂണിവേഴ്സിറ്റി ഷുഡ് ബി ടീച്ചിങ് പ്ലസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോട്ട് മിയർ എക്സാം ബോഡീസ്. അതുപോലെ ഓവർ അഫിലിയേഷൻ കുറയ്ക്കണമെന്ന് പറഞ്ഞു. അതുപോലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കൺകറന്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതാണ് ചോദിക്കുന്നത്, നോക്കൂ, ശ്രദ്ധിക്കൂ. അതുപോലെ UGCയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് നോക്കാം. ക്രിയേറ്റ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അല്ലേ. നമുക്ക് ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ, അധ്യാപകരുടെ തസ്തികയെല്ലാം പുനർനിർണ്ണയിക്കണമെന്നുണ്ടെങ്കിൽ അവർ അധ്യാപകരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. അന്നത്തെ കാലത്ത് പറയുമ്പോഴത്തേക്ക് അധ്യാപക ശമ്പളം വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമായിരുന്നു. അവരുടെ ജീവിത സാഹചര്യം വളരെ മോശമായിരുന്നു. വേറെ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് അധ്യാപനത്തിൽ വരുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അധ്യാപകരുടെ ശമ്പളം എല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞെന്താ? നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന പൈസ വേണ്ടേ? പൈസ ഗ്രാന്റ് വേണം അല്ലേ. അപ്പോൾ എന്താണ്? ക്രിയേറ്റ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അല്ലേ. എന്തിന്? ടു അലോക്കേറ്റ് ഫണ്ട് ആൻഡ് മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്സ്, അതുപോലെ കോഓർഡിനേറ്റ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ അന്നാണ് ഈ പറഞ്ഞ പോലെ 1949 റെക്കമെൻഡേഷൻ വന്നെങ്കിലും UGC ആക്ട് പാസ്സാകുന്ന 1956 UGC പ്രത്യേക ഒരു ക്ലാസ് ഉണ്ട്. അതൊന്നും കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, UGC കൃത്യമായിട്ട് പറഞ്ഞുതരും. UGCയുടെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൃത്യമായിട്ട് കമന്റ് രേഖപ്പെടുത്തുക. കമന്റ് ഇട്ടാൽ മാത്രമേ ക്ലാസ് തരുള്ളൂ കേട്ടോ. ഏതൊക്കെയാണ് വേണമെന്ന് കമന്റ് ഇടണം. ഓക്കെ, അപ്പോൾ UGC എസ്റ്റാബ്ലിഷ്മെന്റ് ക്രിയേറ്റ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ടു അലോക്കേറ്റ് ഫണ്ട്സ്, മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്സ്, കോർഡിനേറ്റ് യൂണിവേഴ്സിറ്റീസ് അല്ലേ. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് അലോക്കേഷന് വേണ്ടി UGC എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലേ. അപ്പോൾ നോക്കുക, UGC ആക്ട് പാസ്സായ വർഷം മറന്നു കേട്ട 1956. ഇനി നിലവിൽ എന്തുണ്ടായിരുന്നു? അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. 1945 ഫോം ചെയ്ത യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് അതിൽ അഫിലിയേറ്റ് ചെയ്ത് 3 യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റിയെ ഒരു ഭരണഘടനാ സ്ഥാപനമായി ഉയർത്താനാണ് ആര് റെക്കമെൻഡ് ചെയ്തത്? നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ UGC ആക്ട് വന്ന വർഷം 1956. UGC അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ കൊണ്ടുവരണം എന്ന് റെക്കമെൻഡ് ചെയ്ത ആരാ?
ആരാ മക്കളെ? രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്, മറന്നു പോകരുത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് കഴിഞ്ഞു. ഇനി നോക്കാം ഡ്യൂറേഷൻ ഓഫ് കോഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. നോക്ക്, കൃത്യമായിട്ട് പറഞ്ഞു എന്ത്, 12 വർഷത്തെ സ്കൂളിംഗ് കഴിഞ്ഞിട്ട് ഇവർ കോളേജിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത് അല്ലേ? ഇപ്പോഴും നമ്മൾ +2 കഴിഞ്ഞിട്ടല്ലേ കോളേജിലോട്ട് പോകുന്നത്, അതിനിടയ്ക്ക് പിന്നെ പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ അങ്ങനെ കോളേജിൽ പോകണ്ടെന്ന് അന്നേ പറഞ്ഞു അല്ലേ? 12 വർഷത്തെ നിർബന്ധിത വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള ഇന്റർമീഡിയറ്റ് പരീക്ഷ പാസ്സായിട്ട് മാത്രം നീ കോളേജിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ഒന്നാമത്തെ റെക്കമെൻഡേഷൻ മറന്നുപോയി. 12 വർഷത്തെ സ്കൂളിങ് ഇത് മറന്നുപോലെ കേട്ടോ, കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. The standard of admission to university courses should correspond to the intermediate examination completed after 12 years of schooling അല്ലേ? 12 വർഷം സ്കൂളിംഗ് കഴിഞ്ഞിട്ടുള്ള ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ പാസ്സായവർ മാത്രം കോളേജിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ഇനി ഡിഗ്രി ഡ്യൂറേഷൻ നോക്കാം. 3 വർഷ ഡിഗ്രി അല്ലേ? 3 ഇയർ ഡിഗ്രി. ദ ഫസ്റ്റ് ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ അതിന് ആർട്സിലാവട്ടെ സയൻസിലാവട്ടെ BSc ആവാം BA ആവാം, എന്തായാലും 3 വർഷം ആയിരിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ? 3 വർഷം. അവിടെ തന്നെ 2 തരത്തിൽ ഡിഗ്രി ഉണ്ടായിരുന്നു. എന്താണ്? പാസ് ഡിഗ്രിയും ഓണേഴ്സ് ഡിഗ്രിയും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓണേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷിൽ കൂടുതൽ പഠിക്കാനുണ്ടായിരിക്കും. അതാണ് ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ. പാസ് ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നിങ്ങൾ BSc ഫിസിക്സ് ഓണേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും അതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. പാസ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, BSc പഠിക്കുന്നു, അതിനകത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാം ഏകദേശം തുല്യമായിട്ടുണ്ടായിരിക്കും. അതാണ് പാസ് ഡിഗ്രി. അപ്പോൾ ഈ രണ്ടാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഡിഗ്രി 3 വർഷം തന്നെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ വർക്കിംഗ് ഡേയ്സ് കൃത്യമായിട്ട് നോക്കൂ. ദ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഷുഡ് ബി സബ്സ്റ്റാൻഷ്യലി ഇൻക്രീസ് ടു എൻഷുർ മിനിമം 180 ഡേയ്സ് എ ഇയർ എക്സ്ക്ലൂഡിങ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഓഫ് എക്സാമിനേഷൻ ഡേയ്സ് എന്ന് പറഞ്ഞു അല്ലേ? ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഈ കാര്യങ്ങൾ പഠിക്കാതെ പോകരുത്. വർക്കിംഗ് ഡേയ്സ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു. 180 ദിവസങ്ങൾ. എത്ര മക്കളെ? 180 ദിവസങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞു. എക്സ്ക്ലൂസീവ് ഓഫ് എക്സാമിനേഷൻ ഡേയ്സ്. ഇത്രയും ദിവസം എക്സാമിനേഷൻ ഉണ്ട്, അതുകൊണ്ട് കൂട്ടിയല്ല, എക്സാമിനേഷന്റെ ദിവസങ്ങൾ കുറച്ചിട്ട് പഠിപ്പിക്കാനും വേണ്ടി മാത്രം അല്ലെങ്കിൽ പിള്ളേർക്ക് അറ്റൻഡൻസിന് വേണ്ടി മാത്രം 180 ദിവസങ്ങൾ വേണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ എന്തൊക്കെയാ മക്കളെ? 12 വർഷം സ്കൂളിംഗ് കഴിഞ്ഞിട്ട് ഇന്റർമീഡിയറ്റ് പരീക്ഷ കഴിഞ്ഞ് പിള്ളേർ കോളേജിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. 3 വർഷത്തെ ഡിഗ്രി കോഴ്സിന്റെ ഡ്യൂറേഷൻ, ഫസ്റ്റ് ഡിഗ്രി കോഴ്സിന്റെ ഡ്യൂറേഷൻ 3 വർഷം ആയിരിക്കണമെന്ന് പറഞ്ഞു. വർക്കിംഗ് ഡേയ്സ് എടുക്കുമ്പോൾ 180 ദിവസം, 180 ദിവസങ്ങൾ, 180 ദിവസങ്ങൾ. അതും ഇൻക്ലൂഡിംഗ് അല്ല, ശ്രദ്ധിക്കണം, സ്റ്റേറ്റ്മെന്റ് കുഴപ്പിക്കാൻ ചോദിക്കും. ഇൻക്ലൂഡിംഗ് എക്സാമിനേഷൻ ഡേയ്സ് എന്ന് പറയും, എക്സ്ക്ലൂസീവ് ഓഫ് എക്സാമിനേഷൻ ഡേയ്സ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ടീച്ചിങ്ങിന് ചില സ്റ്റാൻഡേർഡ്സ് വേണമെന്ന് പറഞ്ഞു അല്ലേ? ടീച്ചിങ്ങും ഭയങ്കര മോശമായിരുന്നു അന്ന്. അതുപോലെ പിള്ളേരുടെ അറ്റൻഡൻസ് മോശമായിരുന്നു. ഒരുപാട് മോശം കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ ടീച്ചിങ് സ്റ്റാൻഡേർഡ്സ് നോക്കടാ. ബെറ്റർ ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. കാണാതെ പഠിപ്പിക്കാൻ വേണ്ടി വെറുതെ വന്ന് പുസ്തകം വായിച്ചിട്ട് അല്ലെങ്കിൽ പുസ്തകം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകുന്ന പരിപാടി വേണ്ടാന്ന് പറഞ്ഞു. ബെറ്റർ ടീച്ചിങ് മെത്തേഡ് സിലബസ് കൊടുത്തു എന്നുള്ളതാണ്. സിലബസ് അനുസരിച്ചുള്ള പുസ്തകമല്ല, സിലബസ് കൊടുത്തു. ഇനി ടീച്ചേഴ്സിന് പ്രത്യേകം ട്രെയിനിങ് എൻഷുർ ചെയ്തു. അതുപോലെ ഡിസ്കഷൻ മെത്തേഡുകൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ട്യൂട്ടോറിയൽസ് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്? മാക്സിമം എത്ര പേര് വരെ പോവാണ്? 6 പേര് വരെ പോവാ അല്ലേ? അത്രേ ഉണ്ടാവും ഒരു ട്യൂട്ടോറിയൽ ഗ്രൂപ്പിനകത്ത് പറഞ്ഞു. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിച്ചു. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. എത്ര പഠിക്കുന്നു എന്നല്ല, എത്ര പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല, അത് എങ്ങനെ പഠിപ്പിക്കുന്നു അല്ലേ? അത് എത്രത്തോളം ഇവന് മനസ്സിലാക്കാൻ പറ്റുന്നു, അത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ടീച്ചിങ്ങിൽ. എത്രത്തോളം കൂടുതൽ പഠിപ്പിച്ചാൽ പോരാ, എത്രത്തോളം ക്വാളിറ്റി ആയിട്ട് ആ കാര്യം ഡെലിവർ ചെയ്തു എന്ന് മനസ്സിലാക്കണം അല്ലെ? ഇത്രയും കാര്യങ്ങൾ ടീച്ചിങ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെടുത്തി വന്ന പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ്. അപ്പൊ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, നമ്പർ ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞല്ലേ? ഒരു സാറ് നിൽക്കുന്ന ക്ലാസ്, വലിയ ക്ലാസ് റൂമുകളും അതുപോലെ തിങ്ങി നിറഞ്ഞ ക്ലാസ് മുറികളും ഒക്കെയാണ്. കുട്ടികൾക്ക് പ്രത്യേക അറ്റൻഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എന്താണ്? ലിമിറ്റേഷൻ ഓഫ് നമ്പേഴ്സ് ടു പ്രിവെന്റ് ദ സിവിയർ ഈവിൽസ് ഓഫ് ഓവർ ക്രൗഡിങ്. ഓവർ ക്രൗഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അന്നത്തെ യൂണിവേഴ്സിറ്റികൾ നേരിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ഈവിളിൽ ഒന്നാണ്. ഈവിൾ എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് ഫോഴ്സിൽ ഒന്നാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങളിൽ ഒന്നാണ് അല്ലേ? ടു പ്രിവെന്റ് ദ സിവിയർ ഈവിൽസ് ഓഫ് ഓവർ ക്രൗഡിങ് ആൻഡ് ടു മെയിൻറ്റെയിൻ ഹൈ സ്റ്റാൻഡേർഡ്സ്. മികച്ച നിലവാരങ്ങളെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ്. യൂണിവേഴ്സിറ്റികളിൽ 3000 മതി. എന്തിന്? ഫോർ ആർട്സ് ആൻഡ് സയൻസ് അല്ലേ? അപ്പൊ യൂണിവേഴ്സിറ്റികളിൽ മാക്സിമം 3000 പേർക്ക് അഡ്മിഷൻ കൊടുത്താൽ മതി. അതുപോലെ അഫിലിയേറ്റഡ് കോളേജുകൾക്ക് 1500 പേരെ മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നും പറഞ്ഞു അല്ലേ? 1500 പേരെ മാത്രമേ അഫിലിയേറ്റഡ് കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ മാക്സിമം ഒരു യൂണിവേഴ്സിറ്റിയിൽ 3000 പേരെ അഡ്മിറ്റ് ചെയ്താൽ മതി എന്നും പറഞ്ഞു. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ ടീച്ചിങ് വർക്കിനെ കുറിച്ച് അല്ലെങ്കിൽ മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ദ റിലയൻസ് ഓൺ മാസ് ലെക്ചേഴ്സ് മസ്റ്റ് ബി റിഫോംഡ്.
അല്ലേ? അതായത് മാസമായിട്ട് വന്ന് കുറേ പേരിരിക്കുന്നു, ഒരു സാർ വന്ന് ഇങ്ങനെ വായിക്കുന്നു, ആ ഒരു പരിപാടി നിർത്തിക്കോ എന്ന് പറഞ്ഞു, അല്ലേ? പിന്നെന്താ വേണ്ടേ? ലെക്ചേഴ്സ് ഷുഡ് ബി കെയർഫുള്ളി പ്ലാൻഡ് ആൻഡ് സപ്ലിമെന്റഡ് ബൈ ട്യൂട്ടോറിയൽസ്. 6 മെമ്പർ ഗ്രൂപ്പ്സ്, അല്ലേ? അതായത് എന്താണ് ലെക്ചർ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ടീച്ചർ പ്ലാൻ ചെയ്യുക. അതിനുശേഷം വിത്ത് ട്യൂട്ടോറിയൽസ് 6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ, ഇതേപോലെ ഗ്രൂപ്പിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? ചെയ്യേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുക. വിത്ത് ലൈബ്രറി വർക്ക്, അല്ലേ? ലൈബ്രറി പോയി റെഫർ ചെയ്യാൻ പറയുക. പീരിയോഡിക് റിട്ടൺ എക്സസൈസ്. ഇത്തരത്തിലായിരിക്കണം എന്താ ടീച്ചിങ് മെത്തേഡ്സ് വരേണ്ടതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തു. കഥ പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തലയ്ക്ക് തങ്ങി നിൽക്കുന്നുണ്ടോ കാര്യങ്ങൾ? അതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളത് കാണാതെ പഠിപ്പിക്കുകയല്ല, ഈ കാര്യങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് തങ്ങി നിൽക്കണം. എന്നാൽ മാത്രമേ ഈ ക്ലാസ് വിജയിച്ചു ഞാൻ വിശ്വസിക്കുള്ളൂ. ഓക്കെ, തങ്ങി നിൽക്കണേ കമൻറ്റ് ചെയ്യണം. ഇനി ടെക്സ്റ്റ് ബുക്സ് ആൻഡ് അറ്റൻഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് മക്കളെ? ദ കമ്മീഷൻ റെക്കമെൻഡഡ് ദാറ്റ് there should be no prescribed ടെക്സ്റ്റ് ബുക്ക് ഫോർ എനി കോഴ്സ് ഓഫ് സ്റ്റഡി. എന്താണ് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് വേണ്ടടാവേ എന്ന് പറഞ്ഞു. പുസ്തകം വേണ്ട, എന്താണ് സിലബസ് മതി. ആ സിലബസിനെ സാറ് വിശദീകരിച്ച് കൊടുക്കണം. എന്താണ് സിലബസ് വിശദീകരിച്ച് കൊടുക്കണം? ട്യൂട്ടോറിയൽസ് കൊടുക്കണം. 6 കുട്ടികളടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് ട്യൂട്ടോറിയൽസ് കൊടുക്കണം, അല്ലേ? എന്നിട്ട് അവൻ പോയിട്ട് ലൈബ്രറി പോയിട്ട് അവൻ്റെ ചിന്താശേഷിയെ വളർത്തണം. അവൻ കണ്ടെത്തണം എന്താണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം, അല്ലേ? ലൈബ്രറി വർക്കും അതുപോലെ പീരിയോഡിക് റിട്ടൺ എക്സസൈസും കൊടുക്കണമെന്ന് പറഞ്ഞു. ഇനി അതേപോലെ അറ്റൻഡൻസുമായിട്ട് ബന്ധപ്പെടുത്തി UG-കാർ കംപ്ലീറ്റ്ലി എന്താക്കി? നിർബന്ധമായിട്ടുള്ള അറ്റൻഡൻസ് ആക്കി. എന്നാലേ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. UG എന്ന് പറയുമ്പോഴത്തേക്കും ഡിഗ്രി കോഴ്സ് 3 വർഷം ഡിഗ്രിയിൽ നിങ്ങൾ തോന്നി കണക്ക് വീട്ടിൽ ഇരുന്നോ അല്ലെങ്കിൽ കട്ടടിച്ച് കളഞ്ഞിട്ടോ പരീക്ഷ എഴുതുന്ന, കോളേജ് വന്നിട്ടുള്ള പഠിത്തം മതി എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുന്ന റിഫോംസ് എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തമാശയായിട്ട് പണ്ട് പറയായിരുന്നു, അല്ലേ? യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും ത്രാസ് എടുത്ത് വെക്കും, പേപ്പർ എടുത്ത് അങ്ങോട്ട് വെക്കും, ഏറ്റവും കൂടുതൽ തൂങ്ങുന്ന കുട്ടിക്ക് മാർക്ക് കൊടുക്കും, അല്ലേ? ഇങ്ങനെ നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്ത് തമാശയായിട്ട് പറയുമായിരുന്നു. കാരണം അങ്ങനെയാണ്, ഇഷ്ടം പോലെ എഴുതണം. നമ്മൾ എഴുതിയാലേ മാർക്ക് തരുള്ളൂ സാറന്മാർ. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളൊരു ശരിക്കും 1990-കൾ 2000-ലേക്കുള്ള യൂണിവേഴ്സിറ്റി പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും. എന്നാലും പണ്ട് തൊട്ടേ എന്താണ് എസ് എ ടൈപ്പ് ചെയ്യണം. അന്നും എസ് എ ടൈപ്പ്. ആ എസ് എ ടൈപ്പ് മാറണമെന്ന് അന്നേ പറഞ്ഞിടൂ. ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു. എസ് എ മാത്രം എഴുതുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? സാർ രാവിലെ വൈഫുമായിട്ട് ഉടക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. സാർ എടുക്കുന്ന ആദ്യത്തെ പേപ്പറൊക്കെ വന്നേക്കാണ്, വൈഫുമായിട്ട് അടിച്ച് പിരിഞ്ച് വന്നേക്കാണ്. ആ സമയത്ത് പേപ്പർ എടുത്ത് വയ്ക്കുന്നു, ഇത് എന്തോ എഴുതി വെച്ചണം, ഒരു വെട്ടു. അതാണ് എന്ത്? സബ്ജക്റ്റീവ് എക്സാമിനേഷൻ. ദ റിസൾട്ട് വിൽ ബി സബ്ജക്റ്റീവ് ടു ദ മൂഡ് ഓഫ് ദ ടീച്ചർ ആൾസോ. സബ്ജക്റ്റീവ് എക്സാമിനേഷൻ. അപ്പോൾ PSC-യിൽ സബ്ജക്റ്റീവ് എക്സാമിനേഷൻ നടക്കൂല. അതുകൊണ്ടാണ് PSC നമുക്ക് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ തരുന്നത് മക്കളെ, അല്ലേ? ആണ്. അപ്പോൾ ഇതുപോലെ മിക്കവാറും എല്ലാ കോമ്പറ്റീവ് എക്സാമിനേഷനും ഒബ്ജക്റ്റീവ് ആക്കുന്നത് എന്തുകൊണ്ടാണ്? വിദ്യാർത്ഥിയുടെ നോളജ് കൃത്യമായിട്ട് അളക്കാൻ എന്തുകൊണ്ട് പറ്റും? ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ കൊണ്ട് പറ്റും, അല്ലേ? നോക്കൂ, എക്സാമിനേഷൻ റിഫോംസ്. ഡീലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ഗവൺമെന്റ് ജോബ്. ശ്രദ്ധിക്കൂ, പണ്ട് ഡിഗ്രി നേടിയച്ചാൽ മാത്രം മതിയായിരുന്നു ഗവൺമെന്റ് ജോബ് കിട്ടാൻ. അതാണ് ആദ്യത്തെ റിഫോം. മനസ്സിലാക്കൂ, യൂണിവേഴ്സിറ്റി ഡിഗ്രി ഷുഡ് നോട്ട് ബി റിക്വയർഡ് ഫോർ ഗവൺമെന്റ് ജോബ്. ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യാൻ വരണ്ട? നീ ഡിഗ്രി പഠിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു. അതിനുവേണ്ടി വേറെ പ്രത്യേക പരീക്ഷകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള സ്പെഷ്യൽ സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻ ഷുഡ് ബി ഓർഗനൈസ്ഡ് ഫോർ റിക്രൂട്ട്മെന്റ്. എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻസ്, നമ്മുടെ PSC എക്സാം പോലുള്ള എക്സാംസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തേ? ഒന്ന് ഡിഗ്രികളെ ഗവൺമെന്റ് ജോബിൽ നിന്ന് അങ്ങ് ഡീലിങ്ക് ചെയ്തു എന്നുള്ളതാണ്. അതായത് എല്ലാവരും ഒരച്ചിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി വരും, അല്ലേ? അങ്ങനെ കയറി വരും. എല്ലാവരും ഒരച്ചിലൂടെ കയറി പോകത്തുമില്ല. അപ്പം നിങ്ങളൊരു ജോലി മേടിക്കാൻ വേണ്ടി എന്തിനു വരണ്ട? ഡിഗ്രിക്ക് വരണ്ട എന്ന് പറഞ്ഞു. ഡീലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ഗവൺമെന്റ് ജോബ്സ്. ഇനി നോക്കൂ, അവസാനം ഈ കുട്ടി ഇരുന്ന് പഠിച്ച് വർഷാവസാനം എഴുതുന്ന വാർഷിക പരീക്ഷയിൽ അവൻ്റെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അവൻ്റെ പെർഫോമൻസോ അല്ല ഒരു കുട്ടിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു. നോക്ക്, ക്രെഡിറ്റ് ഫോർ ക്ലാസ് വർക്ക്, അല്ലേ? നമ്മളിപ്പോൾ ഇന്റേണൽ അസസ്മെന്റ് കൊടുക്കൂലേ? എത്ര മക്കളെ? 1/3. ക്ലാസ് വർക്കിന്റെ ക്രെഡിറ്റ് എത്രയാണ് കൊടുത്തേ? 1/3, 1/3. 1/3 of the mark allotted to each subject should be reserved for the work done during the course of instruction. കുട്ടി പഠിക്കുന്ന കാലയളവിൽ ആ കുട്ടിയുടെ വർക്ക് എന്താണോ, എങ്ങനെയാണ് ആ കുട്ടി പഠിച്ചത്, അത് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിക്ക് എത്ര 33.33 മാർക്ക് 100-ൽ കൊടുക്കണമെന്ന് പറഞ്ഞു. മനസ്സിലായോ?
മനസ്സിലായ മക്കളെ? നമ്മൾ ഇപ്പോൾ ഉള്ള ഇന്റേണൽ അസസ്മെന്റ് പോലെ തന്നെ അല്ലേ? ഓക്കെ അല്ലേ? 100-ൽ 33.3 മാർക്ക് ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു? എന്തിന്? ക്ലാസ് വർക്കിന് കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. അതിനോടൊപ്പം റിമൂവ് റോട്ട് ലേണിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, കാണാതെ പഠിച്ച് നീ ഒന്നും അങ്ങനെ പരീക്ഷ എഴുതണടാവേ. അതുകൊണ്ട് പുസ്തകം അല്ലാതെ ദൂരെ കളഞ്ഞു അല്ലേ? റിമൂവ് റോട്ട് ലേണിംഗ്. ഒബ്ജക്റ്റീവ് പ്ലസ് എസ്എ പാറ്റേൺ. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ചേരുമ്പടി ചേർക്കാനും ഡാഷ് ഇട്ടിട്ട് പൂരിപ്പിക്കാനും അതുപോലെ ഓപ്ഷൻസ് എന്നിട്ട് പൂരിപ്പിക്കാനും അല്ലേ? അങ്ങനെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ദ റിസൾട്ട് മസ്റ്റ് നോട്ട് ബി സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു അല്ലേ? ആ കുട്ടിയുടെ അറിവ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. അതായത് നമുക്കറിയാം, നമ്മളിപ്പോ PSC പരീക്ഷയുടെ ആൻസർ കീയിൽ എയോ ബിയോ സംശയം തരോ? ഇല്ല. സംശയം വന്നാൽ വെട്ടിക്കളയും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും അല്ലേ? അവിടെ ഒരു ഉത്തരവേ ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു ഡാഷ് ഇട്ടാൽ അവിടെ എഴുതാൻ പറ്റുന്ന ഒറ്റ ഉത്തരവേ ഉണ്ടാവത്തുള്ളൂ. ഈസ് ഓർ വാസ് ഓർ ആം അല്ലേ? അവിടെ ഒരു ഓക്സിലറി വെർബ് വെക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അതാണ് എന്ത്? ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ. അപ്പൊ എന്തൊക്കെ മക്കളെ ശ്രദ്ധിക്കൂ, എക്സാമിനേഷൻ റിഫോമുമായി ബന്ധപ്പെടുത്തി റിമൂവ് റോട്ട് ലേണിംഗ്, എന്താണ് കാണാതെ പഠിക്കുന്ന പരിപാടി നിർത്തണമെന്ന് പറഞ്ഞു. അതുപോലെ ഒബ്ജക്റ്റീവ് പ്ലസ് എസ്എ പാറ്റേൺ കൊണ്ടുവന്നു, മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ഞാൻ പറഞ്ഞല്ലോ, തുടക്കം തൊട്ട് അവസാനത്തെ ഒരു പരീക്ഷയിലല്ല, കണ്ടിന്യൂസ് ഇവാലുവേഷൻ. അതായത് നമുക്ക് ടേം ആയിട്ട് തിരിച്ചുള്ള ഇവാലുവേഷൻ, അതുപോലെ 1/3 മാർക്സ് ഫോർ ഇന്റേണൽ അസസ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ ആണ് പ്രധാനമായിട്ടും എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള സജഷൻസും അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസും റിഫോംസും. ഇനി മക്കളെ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി. മക്കളെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുമ്പോഴത്തേക്കും മലയാളം, തമിഴ്, കന്നഡ, കൊങ്ങണി, മറാത്തി, തെലുങ്ക്, ഒഡിയ, ബംഗാളി അല്ലേ, മണിപ്പൂരി, ഇഷ്ടം പോലെ ഭാഷകളാണല്ലേ? ഇംഗ്ലണ്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഭാഷയല്ലേ ഉള്ളൂ, ചിലപ്പോൾ 1-2 ഭാഷകളൊക്കെ ഉള്ള ഒരു രാജ്യമൊക്കെ ഉണ്ടായിരിക്കാം. ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും കൊച്ചു നാട്ടുരാജ്യങ്ങളും അല്ലേ, വളരെ വൈവിധ്യമാണ് അല്ലേ? വൈവിധ്യമാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുമ്പോഴത്തേക്കും. എല്ലാ സ്ഥലങ്ങളിലും ഗാന്ധിജി പണ്ട് പറഞ്ഞിട്ടുണ്ടാണ്, ഇന്ത്യ അവരുടെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവിടെ നിന്നെല്ലാം വിദ്യാഭ്യാസം നേടി വരുന്ന ആൾക്കാർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തുണ്ടാവണം? ഒരു ഫെഡറൽ ലാംഗ്വേജ് ഉണ്ടാകണമെന്ന് പറഞ്ഞു ആര്? രാധാകൃഷ്ണൻ കമ്മീഷൻ. ഒരു ഭരണഭാഷ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. അതിന് മുന്നോടിയായിട്ട് ഇന്ത്യയിൽ ആ സമയത്ത് എന്തുണ്ട്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപകമായി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ട് നിലവിൽ. എന്നാൽ രാധാകൃഷ്ണൻ കമ്മീഷൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എടുത്ത് കളയാൻ വേണ്ടി പറഞ്ഞോ? കളയാൻ വേണ്ടി പറഞ്ഞു, പക്ഷേ ഉടനെയല്ല, കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറഞ്ഞില്ല. ഇത് നമ്മുടെ UGC നെറ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനിൽ ഈ ഒരു പോയിന്റിലാണ് ക്വസ്റ്റ്യൻ വന്നത്. നോക്കൂ, റീപ്ലേസ്മെന്റ് ഓഫ് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുത്തി റെക്കമെൻഡേഷൻ ഉണ്ട്. എന്താ പറഞ്ഞത്? ഇംഗ്ലീഷ് ഷുഡ് ബി റീപ്ലേസ്ഡ് ആസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ്റെ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഫെഡറൽ ലാംഗ്വേജിനെ വളർത്തിക്കൊണ്ടുവരാണ്. ആ സമയത്ത് ഒറ്റ ഫെഡറൽ ലാംഗ്വേജിൽ ഈ ഹയർ എഡ്യൂക്കേഷൻ നടപ്പിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇവരൊക്കെ എല്ലാവർക്കും തങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കേരളത്തിൽ പഠിക്കുന്ന മലയാളത്തിൽ ശാസ്ത്രം പഠിക്കുന്ന ഒരാൾക്ക് ലഡാക്കിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഫെഡറൽ ലാംഗ്വേജിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം എന്നാലും നമുക്ക് ദൗർഭാഗ്യം വെച്ചാൽ ഇപ്പോഴും ഇംഗ്ലീഷിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാറ്റിയെടുക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് കാര്യം? ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരുമായിട്ടും നമുക്ക് സംവദിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് അല്ലേ? നോക്കാം, റീപ്ലേസ്മെന്റ് ഓഫ് ഇംഗ്ലീഷിനെ കുറിച്ച് എന്താ പറഞ്ഞേ? ഇംഗ്ലീഷ് ഷുഡ് ബി റീപ്ലേസ്ഡ് ആസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആസ് ഏർലി ആസ് പ്രാക്ടിക്കബിൾ ബൈ ആൻ ഇന്ത്യൻ ലാംഗ്വേജ്, നോട്ട് സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞിട്ട്. സംസ്കൃതം വേണ്ട, സംസ്കൃതം ഒഴികെയുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇംഗ്ലീഷിനെ പറ്റുന്നത് പോലെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങണം എന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. മനസ്സിലായി? ഓക്കെ. ഇനി കണ്ടിന്യൂഡ് സ്റ്റഡി ഓഫ് ഇംഗ്ലീഷ്. കണ്ടോ, ഇംഗ്ലീഷ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് മസ്റ്റ് കണ്ടിന്യൂ ടു ബി സ്റ്റഡീഡ് ഇൻ ഹയർ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് സോ ദാറ്റ് സ്റ്റുഡൻസ് ക്യാൻ കീപ് ഇൻ ടച്ച് വിത്ത് ദ ലിവിംഗ് സ്ട്രീം ഓഫ് എവർ ഗ്രോയിങ് നോളജ്. ഓക്കെ, എന്താണ് എവർ ഗ്രോയിങ് നോളജ് അല്ലേ? നോളജ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, ലോകത്താകെ നോളജ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുട്ടികൾക്ക് ആക്സസ് വേണം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇംഗ്ലീഷിനെ പരിപൂർണ്ണമായിട്ട് മാറ്റാൻ പറഞ്ഞില്ല. ഇംഗ്ലീഷ് ഷുഡ് ബി കണ്ടിന്യൂഡ് അല്ലേ? ഹൈസ്കൂളുകളിലും യൂണിവേഴ്സിറ്റിയിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് മാറ്റണമെന്നും ഒരു പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള ഇന്ത്യൻ ലാംഗ്വേജ് കൊണ്ടുവന്നിട്ടായിരിക്കണം ഹയർ എഡ്യൂക്കേഷൻ്റെ മീഡിയം എന്നും പറഞ്ഞു. വ്യത്യാസം മനസ്സിലായി? കൃത്യമായിട്ട് മനസ്സിലായി? ഒന്നുകൂടെ പറയാം. എന്താണ് മക്കളെ? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനെ കുറിച്ചാണ് പറയുന്നത്. എന്താ മീഡിയം? ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കുക, അത്രേ ഉള്ളൂ. പണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? ഹയർ സ്റ്റഡീസിൽ ഇപ്പോൾ ഫിസിക്സ് പഠിക്കുകയാണ് അവൻ ഫിസിക്സ് പഠിക്കുന്നു. അവൻ്റെ ഹയർ സ്റ്റഡീസിൻ്റെ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ഹിന്ദിയിലായിരിക്കണം. അല്ല, ഹിന്ദി അന്നും വന്നില്ല കേട്ടോ. എന്തായാലും ഒരു പ്രാക്ടിക്കബിൾ ഇന്ത്യൻ ലാംഗ്വേജോട്ട് മാറ്റണം ഇംഗ്ലീഷിൽ നിന്ന് എന്നാ പറഞ്ഞത്.
അപ്പോൾ ഇംഗ്ലീഷ് ബന്ധപ്പെടുത്തി കണ്ടിന്യൂഷൻ എന്താ പറഞ്ഞത്? ഇംഗ്ലീഷ് മസ്റ്റ് കണ്ടിന്യൂ ടു സ്റ്റഡി അല്ലേ, പഠിക്കണം. ഇംഗ്ലീഷ് ഭാഷയായിട്ട് പഠിക്കണം. ആരൊക്കെ പഠിക്കണം? ഹൈസ്കൂളിൽ പഠിക്കണം, യൂണിവേഴ്സിറ്റീസ് പഠിക്കണം, എല്ലായിടത്തും പഠിക്കണം. എന്തിനാണ്? നോളജ് വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാനും ബാക്കിയുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിക്കുകയും വേണം എന്നാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഗമാണ്. ഇപ്രാവശ്യം ഇവിടെ നിന്നൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഓർത്ത് വയ്ക്കണം, താഴെ വന്ന് പരീക്ഷ കഴിയുമ്പോൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നോക്കാം. ഞാൻ പറഞ്ഞു ഒരു ഫെഡറൽ ലാംഗ്വേജ് കൊണ്ടുവരണമെന്ന് പറഞ്ഞല്ലേ. ദ ഫെഡറൽ ലാംഗ്വേജ്, ഭരണഭാഷ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഔദ്യോഗിക ലാംഗ്വേജ്, അത് കൃത്യമായിട്ട് ആക്റ്റീവ്ലി ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്താണ്? ഫെഡറൽ ലാംഗ്വേജ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അത് ഏതിലായിരിക്കണം എന്ന് പറഞ്ഞു? ദേവനാഗരി ലിപിയിലായിരിക്കണം എന്ന് പറഞ്ഞു. ദേവനാഗരി ലിപി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പണ്ട് പഠിച്ചിട്ട് ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേ, ഹിന്ദി ദേവനാഗരി ലിപി മേ ലിഖി ജാത്തി ഹേ അല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പണ്ട് ഹിന്ദിയെക്കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യമാണല്ലേ. രാഷ്ട്രഭാഷ ഹിന്ദിയാണ്, ഹിന്ദി ദേവനാഗരി ലിപിയിലാണ് എഴുതുന്നത്, പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ പറഞ്ഞു ഒരു ഫെഡറൽ ലാംഗ്വേജ് കൊണ്ടുവരണമെന്ന് പറഞ്ഞത് ആരാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അന്ന് മുതലേ എന്ത് ചെയ്യണം? ഫെഡറൽ ലാംഗ്വേജ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പണി തുടങ്ങണമെന്ന് പറഞ്ഞു അല്ലേ? ഇനി ഹിന്ദി സെപ്റ്റംബർ 14, 1940 ഹിന്ദി ഫെഡറൽ ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. മറന്നുപോലെ 949 സെപ്റ്റംബർ 14 ഹിന്ദി ഫെഡറൽ ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞു എന്താണ്? ഫെഡറൽ ലാംഗ്വേജ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഇന്ത്യൻ ലാംഗ്വേജിലായിരിക്കണം എന്ത്? ഉയർന്ന ഹയർ എഡ്യൂക്കേഷന്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സയന്റിഫിക് ടെർമിനോളജിക്ക് ഒരു വിഷയം വരത്തില്ലയോ? വരും. എസ് ഐ യൂണിറ്റും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെർമിനോളജീസ് ഉണ്ടല്ലോ. ആ ടെർമിനോളജിക്ക് മലയാളത്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് പഠിക്കാറുണ്ടോ? സ്വിച്ചിന് നമ്മൾ വൈദ്യുത ആഗമന വിഗമന നിയന്ത്രണം യന്ത്രം പഠിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെയൊന്നും നമ്മൾ മലയാളി പഠിക്കാറില്ല. അപ്പോൾ എന്തായാലും സയന്റിഫിക് ടെർമിനോളജിയിൽ ബന്ധപ്പെടുത്തി ഇന്റർനാഷണൽ ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ടെർമിനോളജി ഷുഡ് ബി അഡോപ്റ്റഡ് എന്ന് പറഞ്ഞു. ഇന്റർനാഷണൽ ലെവലിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സയന്റിഫിക് ടെർമിനോളജികളെയും ടെക്നിക്കുകളെ അഡോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? വിത്ത് the borrowed words properly assimilated and their pronunciation and spelling adapted to Indian phonetic systems and scripts. വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ശാസ്ത്രം സയൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഷയിലോട്ട് അസിമിലേറ്റ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. നേരത്തെ സ്വിച്ച് എന്ന് പറഞ്ഞ ഭാഷ എടുത്തില്ലേ, ബെഞ്ചമിൽ എടുത്തില്ലേ, അതേപോലെ. ഓക്കെ, ഇനി സ്ക്രിപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ദേവനാഗരിയെ കുറിച്ച് പറഞ്ഞല്ലേ. ദ ദേവനാഗരി സ്ക്രിപ്റ്റ് ഷുഡ് ബി എംപ്ലോയിഡ് ഫോർ ദ ഫെഡറൽ ലാംഗ്വേജ് ആൻഡ് സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ ടു റിമൂവ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഡിഫക്ട്സ്. ദേവനാഗരി കുറച്ച് ഡിഫക്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിയിട്ട് എന്താക്കണം? ദേവനാഗരി ലിപിയിൽ എഴുതപ്പെടുന്ന ഏതെങ്കിലും ഭാഷ, ഒത്തിരി ഭാഷകളുണ്ട് ദേവനാഗരി ലിപിയിൽ, ഈ ലിപിയിൽ എഴുതപ്പെടുന്ന ഭാഷകൾ അല്ലേ? മറാഠി അതുപോലെ ഗുജറാത്തി ഒക്കെ ഒരുപാട് സാമ്യമുണ്ട്. എന്തായാലും നമ്മുടെ സംസ്കൃതം ദേവനാഗരിയിലാണ് എഴുതുന്നത്, അതുപോലെ ഹിന്ദി ദേവനാഗരി എഴുതുന്നത് എനിക്കറിയാം, രണ്ടും എനിക്ക് കേട്ട് പരിചയമുള്ളൂ. ബാക്കിയുള്ള പലതും എഴുതുമ്പോൾ ഇതുപോലെ ഇരിക്കും. ദേവനാഗരി പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. എക്സാക്ട് അതാണോ ഡിഫറൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ കൂടിയും ദേവനാഗരി ലിപിയിലുള്ള ഒരു സാധനമായിരിക്കണം എന്താകേണ്ടത്? ഫെഡറൽ ലാംഗ്വേജ് ആകേണ്ടതെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷൻ ബന്ധപ്പെട്ട് എന്താണ്? ദേവനാഗരി എന്ന വാക്ക് മറന്നു പോകരുത്. ദേവനാഗരി സ്ക്രിപ്റ്റ് ഷുഡ് ബി എംപ്ലോയിഡ് ഫോർ ദ ഫെഡറൽ ലാംഗ്വേജ് ആൻഡ് സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ ടു റിമൂവ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഡിഫക്ട്സ് എന്നും പറഞ്ഞു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെടുത്തി. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? പഠിത്തം മാറുമ്പോൾ പഠിപ്പീര് മാറുമ്പോൾ ടീച്ചർമാർ മാറണ്ടേ? മാറണമല്ലേ? ടീച്ചർ റിഫോംസ്. 7ാമത്തെ നോക്കൂ. യൂണിവേഴ്സിറ്റീസ് ഷുഡ് എസ്റ്റാബ്ലിഷ് 4 ഡിസ്റ്റിങ്ക്റ്റ് ക്ലാസ് ഓഫ് ടീച്ചേഴ്സ്. നേരത്തെ പറഞ്ഞു എന്താണ്? 6 പേർക്ക് ഒറ്റയ്ക്ക് ഇരുത്തി ട്യൂട്ടോറിയൽ എടുക്കണമെന്ന് പറഞ്ഞു. കുറച്ച് കാര്യം പറഞ്ഞു കൊടുത്തവരെ വിടണമെന്ന് പറഞ്ഞു. കൂടുതൽ ആൾക്കാർ വേണ്ടേ? വേണം അല്ലേ? അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം പറഞ്ഞു 4 ഡിസ്റ്റിങ്ക്റ്റ് ക്ലാസ് ഓഫ് ടീച്ചേഴ്സ്. ഏറ്റവും ടോപ്പിൽ പ്രൊഫസേഴ്സ്, പിന്നെ റീഡേഴ്സ്, ലെക്ചറേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ്. അപ്പോൾ നോക്കാം, ഇവരാണ് സീനിയർ കേട്ടോ. സീനിയർ ഇവരെന്താണ്? ജൂനിയർ. അപ്പോൾ ഈ സീനിയർ ജൂനിയർ അനുപാതം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ, ഈ ജൂനിയേഴ്സ് 2 പേരുള്ളപ്പോഴത്തേക്കും സീനിയേഴ്സ് 1 മതി എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇത്രയുള്ളൂ. ഇവിടെ നേരെ തിരിച്ചാ പറഞ്ഞിട്ട് തിരിച്ചല്ല പറഞ്ഞു, തിരിഞ്ഞു പോയെന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോൾ റേഷ്യോ തിരിഞ്ഞു പോയെന്നുള്ളതാണ്. അതെന്താ? റേഷ്യോ ഓഫ് ജൂനിയർ പോസ്റ്റ് 2 സീനിയർ പോസ്റ്റ് 1 അല്ലേ? ലെക്ചറേഴ്സും ഇൻസ്ട്രക്ടേഴ്സും ആണ് ആര്? ജൂനിയേഴ്സ്. സീനിയേഴ്സ് ആയിരിക്കണം പ്രൊഫസേഴ്സും റീഡേഴ്സും ഉണ്ടാ. പ്രൊഫസേഴ്സും റീഡേഴ്സും 1 ലെക്ചേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ് 2 പേരും. അങ്ങനെയാണ് അനുപാതം വന്നത് കേട്ടോ. അപ്പോൾ നേരെ തിരിച്ചു പറഞ്ഞാലോ, ഇത് എന്താണ്? ജൂനിയർ ഈസ്റ്റ് സീനിയർ അനുപാതമാണ്. അതായത് 2 ജൂനിയർ ഉണ്ടെങ്കിൽ 1 സീനിയർ. അതുപോലെ നേരെ തിരിച്ചു പറഞ്ഞാൽ 1:2 നമുക്ക് എഴുതാം അല്ലേ? അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ 2 ജൂനിയർ ഉണ്ടെങ്കിൽ 1 സീനിയർ, ആ രീതിയിൽ അനുപാതം നിശ്ചയിച്ചു എന്നുള്ളതാണ്. ഇനി പ്രൊമോഷൻ ഫ്രം 1 ഗ്രേഡ് ടു അനദർ ഷുഡ് ബി ബേസ്ഡ് സോളിലി ഓൺ മെറിറ്റ്. മെറിറ്റ് അടിസ്ഥാനത്തിൽ മതിയടാ നിനക്ക് പ്രൊമോഷൻ എന്ന് പറഞ്ഞു അല്ലേ? പണ്ടാണെന്നുണ്ടെങ്കിൽ എന്താ? ഇവന് സർവീസ് ഉണ്ടോ? അവൻ സർവീസ് ഉണ്ടെന്ന് പ്രൊമോഷൻ. കയറിപ്പോയ്ക്കോ, നീ പ്രൊഫസർ ആയിക്കോ? ഇല്ല,
മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ. അതിനുവേണ്ടി എന്ത് പറഞ്ഞു? ഈ ജൂനിയേഴ്സിൻ്റെ അടുത്ത് പോയി റിസർച്ച് ചെയ്യാൻ പറഞ്ഞു. റിസർച്ച് ചെയ്ത് നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ മെറിറ്റ് വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. വേണ്ടേടാ, അത് വേണ്ടേ? അത് വേണം അല്ലേ? അപ്പോൾ എന്താണ്? ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മതി പ്രൊമോഷൻ എന്ന് പറഞ്ഞു. ഇത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പോയിന്റ് ആണ്. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ടീച്ചേഴ്സിന്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞത് ആരാണ്? ആരടാ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ എന്താണ്? രാധാകൃഷ്ണൻ കമ്മീഷനാണ് അല്ലേ? ഇനി സാലറി സ്കെയിൽസ് ഫോർ ആൾ യൂണിവേഴ്സിറ്റി ആൻഡ് അഫിലിയേറ്റഡ് കോളേജ് ടീച്ചേഴ്സ് ഷുഡ് ബി സബ്സ്റ്റാൻഷ്യലി ഇംപ്രൂവ്ഡ്. എന്തായാലും ശമ്പളം വർദ്ധിപ്പിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ്, ഈക്വൽ പേ ഫോർ വുമൻ അല്ലേ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യുന്ന പണിക്ക് ഈക്വൽ പേയ്മെൻറ്റ്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അതായത് സ്ത്രീകൾക്ക് കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ കെട്ടിടം പണിക്ക് വരത്തില്ലയോ? ഞാനൊക്കെ പണ്ട് വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്. വാർക്കപ്പണി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ശനി ഞായറൊക്കെ അവധി കിട്ടുന്ന സമയങ്ങളിൽ കളിക്കാനൊന്നും പോകില്ല. കാരണം നമുക്ക് പോക്കറ്റ് പണിയൊക്കെ വേണമല്ലോ. വീട്ടുകാരത്ര മോശക്കാരൊന്നും, വീട്ടുകാർ നമ്മളെ പഠിത്തമൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് തന്നെ. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? പണിക്ക് പോകുമ്പോഴത്തേക്ക് ഒരേ പണിയെടുക്കുന്ന ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്. ചേച്ചിമാർക്ക് 100 കൊടുക്കും, ചേട്ടന്മാർക്ക് 125 കൊടുക്കും. ഇതാണ് വ്യത്യാസം. പക്ഷേ അതവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു. ആര്? യൂണിവേഴ്സിറ്റി അത് പാടില്ല എന്ന് പറഞ്ഞു. എന്താണ്? ഈക്വൽ പേ ഫോർ വുമൺ എന്ന് പറഞ്ഞു അല്ലെ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ പറഞ്ഞു ഈക്വൽ പേ ഫോർ വുമൺ എന്ന് പറഞ്ഞു അല്ലേ? ഇനി സ്റ്റുഡന്റ് വെൽഫെയറെ ബന്ധപ്പെടുത്തി പറയുമ്പോഴത്തേക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുക, അതുപോലെ ഹെൽത്ത് സർവീസ് കൃത്യമായിട്ട് കുട്ടിയെ കൊടുക്കുക, ഗൈഡൻസും കൗൺസിലിംഗ് കൊടുക്കുക, അതുപോലെ സ്റ്റുഡൻറ് യൂണിയൻ എൻകറേജ് ചെയ്തു. ഓക്കെ, ഡിസിപ്ലിൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എൻകറേജ് ചെയ്തു. പ്രധാനമായിട്ട് ഇവിടെ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇവിടെ നോക്കൂ, റിസർച്ച് ആൻഡ് PG അല്ലേ? നമ്മൾ എപ്പോഴും പറഞ്ഞു റിസർച്ചുമായി ബന്ധപ്പെടുത്തി ഒരുപാട് എംഫസിസ്, അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വിജ്ഞാനം വിതരണം ചെയ്യാനുള്ള വെറുമൊരു ഫാക്ടറി മാത്രമല്ല അല്ലേ? അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യാൻ പാടില്ല? വിജ്ഞാനം വെറുതെ വിതരണം ചെയ്യാനുള്ള ആൾക്കാരല്ല. എന്താണ്? യൂണിവേഴ്സിറ്റി ഷുഡ് പ്രൊഡ്യൂസ് നോളജ്. അവര് എന്ത് ചെയ്യണം? നോളജ് പ്രൊഡ്യൂസ് ചെയ്യണം. നോളജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നോളജും ആരൊക്കെയോ പ്രൊഡ്യൂസ് ചെയ്തതാണ്, ആരൊക്കെയോ ചിന്തിച്ചതിന്റെ ഫലമാണ്, ആരൊക്കെയോ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും സാമാന്യവൽക്കരണവും നടത്തിയതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന സയന്റിഫിക് ആയിട്ടുള്ള നോളജുകളെല്ലാം. സയന്റിഫിക് മാത്രമല്ല, ശാസ്ത്രീയമായിട്ടുള്ള സാമൂഹിക ശാസ്ത്രപരമായിട്ടുള്ള നോളജുകളാണെങ്കിലും ഒക്കെ പലരും റിസർച്ച് ചെയ്തതിൻ്റെ ഫലമാണ് അല്ലേ? അതെല്ലാം അങ്ങനെ എന്താണ്? നോളജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമായിരിക്കണം ആര്? യൂണിവേഴ്സിറ്റി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ആര്? രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ റിസർച്ച് ആൻഡ് PG ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്കും സ്ട്രോങ് എംഫസിസ് ഓൺ റിസർച്ച് കൾച്ചർ അല്ലേ? റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി റിസർച്ച് നടക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതിനോടൊപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷനിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെ ഓണേഴ്സ് ബിരുദം എന്താണ്, അതുപോലെ പാസ് ബിരുദം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് മക്കളെ ഓണേഴ്സ് ബിരുദം? ഓണേഴ്സ് ബിരുദം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ BSc നേടുന്നു, അതിനോടൊപ്പം നിങ്ങൾ അഗ്രികൾച്ചറിൽ ഓണേഴ്സ് നേടുന്നു അല്ലേ? അല്ലെങ്കിൽ BSc ഓണേഴ്സ് ഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ BSc നേടുന്നു, അതിനോടൊപ്പം എന്താണ്? ഒരു ഓണേഴ്സ് ബിരുദം ഫിസിക്സിൽ നേടുന്നു. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്, അതായത് ഫിസിക്സ് കുറച്ചും കൂടെ എന്തായിട്ട് പഠിക്കുന്നു? ഇൻ ഡെപ്ത് പഠിക്കുന്നു. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം PG എത്ര മതി? 1 വർഷം മതി എന്നാര് പറഞ്ഞു? നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറഞ്ഞു കേട്ടോ. അതുപോലെ അപ്പോൾ എന്താ പാസ് ബിരുദം? നേരത്തെ പറഞ്ഞാണ് പാസ് ബിരുദം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചുമ്മാ BSc പഠിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് പാസ് ബിരുദം. അതിനകത്ത് ഒരു സബ്ജക്റ്റിന് എംഫസൈസ് കൊടുക്കുകയാണെന്നെങ്കിൽ എന്താണ്? അത് ഓണേഴ്സ് ബിരുദം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, പാസ് ബിരുദം ഉള്ളവർക്ക് എന്താണ്? 2 വർഷമോ അതിൽ കുറയാതുള്ള PG കോഴ്സ് വേണമെന്നും ആര് പറഞ്ഞു? നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ പറഞ്ഞു അല്ലേ? അപ്പോൾ റിസർച്ച് ആൻഡ് PGയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഒരു കോട്ട് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നു, ഇനി വരുന്ന പരീക്ഷകളിൽ കോട്ട്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. യൂണിവേഴ്സിറ്റീസ് ഷുഡ് പ്രൊഡ്യൂസ് നോളജ് അല്ലേ? യൂണിവേഴ്സിറ്റീസ്, അവിടെ ആ വാക്കുണ്ട്. കാണുമ്പോഴത്തേക്കും രാധാകൃഷ്ണൻ കമ്മീഷൻ ആണെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടി ആ വാക്കുണ്ട്. യൂണിവേഴ്സിറ്റി എന്ന് വാക്ക് പറയും മിക്കവാറും രാധാകൃഷ്ണൻ കമ്മീഷൻ തന്നെയായിരിക്കും. ഈ കമ്മീഷൻസ് എല്ലാം കഴിയുമ്പോഴത്തേക്കും അവിടെ കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ടൊരു ചാർട്ടാക്കി തരും നിങ്ങൾക്ക് കേട്ടോ. ഈ ചാർട്ടുകൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പഠിക്കാൻ തരുന്ന മെറ്റീരിയൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതുപോലെ യൂട്ടിലൈസ് ചെയ്യുക. മക്കളെ, ഓരോ മെത്തേഡിനും അതിൻ്റെതായ വഴിയുണ്ട്. ആ മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് സഹകാരിയോടെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അസിന്റെ പുഷ്പം പോലെ നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ പുഷ്പം പോലെ തൂക്കിയെടുക്കാൻ തയ്യാറാവുക, കൂടെ നിൽക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ സംശയം ഏതുമില്ലാതെ മനസ്സിലാക്കിയിരിക്കുന്ന കോട്ട ഏതാണ്? യൂണിവേഴ്സിറ്റി ഷുഡ് പ്രൊഡ്യൂസ് നോളജ്, നോട്ട് ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി റിലീജിയസ് ആൻഡ് മോറൽ. എന്താ റിലീജിയസ് ആൻഡ് മോറൽ? റിലീജിയസ്, ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇന്ത്യ വിഭജനം അല്ലേ? ഇന്ത്യ വിഭജനത്തിന്റെ മുറിവുണങ്ങിയിട്ടില്ല. അവിടെ നിന്ന് ചോരയും ചലവും ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ജനതയുടെ മനസ്സിൽ. അപ്പോൾ ആ സമയത്ത് പല സ്ഥലങ്ങളിൽ എന്തുണ്ട്? മതപഠനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റിയിലേക്ക് മതപഠനം കൊണ്ടുവരണമോ വേണ്ട ഒരു
വലിയ ചോദ്യമാണ്. മതം പഠിപ്പിക്കണോ വേണ്ടയോ? എന്താ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യമാണല്ലേ. ഒരുപാട് മതങ്ങളാണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത അല്ലേ, 10 വിരലിൽ എണ്ണിയാൽ തീരാത്ത അത്രയും മതങ്ങളും വിഭാഗങ്ങളും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ. ആ ഒരു ഇന്ത്യയിൽ എന്താണ് നാനാത്വത്തിൽ ഏകത്വത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ റിലീജിയസ് ആയിട്ട് മാറി സെക്ടേറിയൻ റിലീജിയൻ പഠിപ്പിക്കാതെ അല്ലെ, ഒരു സെക്ടേറിയൻ റിലീജിയൻ നമുക്ക് മുൻഗണന കൊടുക്കാതെ നമ്മുടെ രാജ്യം എന്താടാ മതേതര രാഷ്ട്രമാണല്ലേ, മതേതരമായ ഒരു അപ്രോച്ച് അവിടെ കൊടുക്കണമെന്ന് ചിന്തിച്ചു. വളരെ വിശാലമായ ചിന്താഗതി രാധാകൃഷ്ണ കമ്മീഷന്റെ അങ്ങനെ ചിന്തിച്ചു കമ്മീഷൻ. പക്ഷേ പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ എന്ത് നേരിട്ടു? ക്രിറ്റിസിസം നേരിട്ട ഒരു പ്രധാനപ്പെട്ട സജഷൻ ആയിരുന്നു എന്ത്? റിലീജിയസ് ആൻഡ് മോറൽ സജഷൻസ്. നോക്കടാ എന്തൊക്കെയാ പറഞ്ഞേ? എത്തിക്കൽ വാല്യൂസ് ഓവർ സെക്ടേറിയൻ റിലീജിയൻ അല്ലേ. എന്താണ് ഓരോ മതങ്ങളെ കുറിച്ച് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനെ കൂടുതൽ അതിന്റെ എത്തിക്കൽ വാല്യൂസ് പഠിപ്പിക്കുക അല്ലെ. അതിനോടൊപ്പം സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ആത്മീയമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉറപ്പാക്കുക. അതുപോലെ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ മക്കളെ. എന്താണ്? ആൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ സൈലന്റ് മെഡിറ്റേഷൻ. ഇതായിരുന്നു ഇവരുടെ അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ദൈവത്തിന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം അല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിനെ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ദൈവത്തിനെ പ്രാർത്ഥിച്ചില്ലേ വേണ്ടല്ലോ. എന്താണ്? ഒരു ബ്രീത്ത് വർക്കോട് കൂടി അല്ലെ, ഒരു സ്പിരിച്വൽ ആയ ഒരു ഉണർവോടുകൂടി എല്ലാ ദിവസങ്ങളും തുടങ്ങണമെന്ന് പറഞ്ഞത് ആരാണ് മക്കളെ? രാധാകൃഷ്ണ കമ്മീഷൻ. മറന്നു പോകരുത്. ഇവിടെ ഈ ഒരു കോട്ട് എന്താണ്? ആൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് സ്റ്റാർട്ട് വിത്ത് സൈലന്റ് മെഡിറ്റേഷൻ. ഒരു മൗന പ്രാർത്ഥനയോട് കൂടി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും പ്രവർത്തനം തുടങ്ങണമെന്ന് പറഞ്ഞ ആരാണ്ടാ മക്കളെ? രാധാകൃഷ്ണ കമ്മീഷൻ. പിന്നെ നമുക്ക് ഈ 3 വർഷത്തെ ഡിഗ്രിക്കിടയിൽ ഇവരുടെ പല കാര്യത്തിലുള്ള കാര്യങ്ങൾ വേണ്ട. ആദ്യത്തെ വർഷം എന്താണ്? വിവിധ മത നേതാക്കളുടെ ജീവചരിത്രം പഠിപ്പിക്കണം. 2ാമത്തെ വർഷം അവയിലെ മൂല്യങ്ങൾ പഠിപ്പിക്കണം. 3ാമത്തെ വർഷം മതത്തിന്റെ ഫിലോസഫി അല്ലേ അത് പഠിപ്പിക്കണം. അങ്ങനെയൊക്കെ കുറച്ച് റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. റിലീജിയസ് ആൻഡ് മോറൽ എന്ന് പറയുമ്പോൾ 10ാമത്തെ റെക്കമെൻഡേഷൻ എന്താണ് മക്കളെ? എത്തിക്കൽ വാല്യൂസ് പഠിപ്പിക്കണം അല്ലേ. എന്ത്? സെക്ടേറിയൻ റിലീജിയൻ ആൾക്കാർ മനസ്സിലാക്കുന്നതിനെ കൂടുതൽ അതിന്റെ എത്തിക്കൽ വാല്യൂസ് അല്ലേ അത് പഠിക്കണം. സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാകണം അതുവഴി. അതുപോലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും സൈലന്റ് മെഡിറ്റേഷനോടൊപ്പം മാത്രം തുടങ്ങിയാലും മതി എന്ന് പറഞ്ഞു ആര്? രാധാകൃഷ്ണ കമ്മീഷൻ. ഇനി ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. PYQ എന്താണ്? ഇഫ് വി എക്സ്ക്ലൂഡ് സ്പിരിച്വൽ ട്രെയിനിങ് ഇൻ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ വി വുഡ് ബി അൺട്രൂ ടു അവർ ഹോൾ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രപരമായ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? സ്പിരിച്വൽ ഡെവലപ്മെന്റ് കൂടെയാണെന്ന് വിശ്വസിച്ചു ആര്? രാധാകൃഷ്ണ കമ്മീഷൻ. സയന്റിഫിക് ഡെവലപ്മെന്റിന് അപ്പുറം സ്പിരിച്വൽ ഡെവലപ്മെന്റ് കൂടെയാണ് ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള പുരോഗതി എന്ന് ആര് വിശ്വസിച്ചു? രാധാകൃഷ്ണ കമ്മീഷൻ വിശ്വസിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറഞ്ഞെന്താണ്? ഇഫ് വി എക്സ്ക്ലൂഡ് സ്പിരിച്വൽ ട്രെയിനിങ്, സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള പരിശീലനം നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള പുരോഗതിയോട് നീതി പുലർത്താനാകില്ല എന്ന് പറഞ്ഞു ആര്? രാധാകൃഷ്ണ കമ്മീഷൻ. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതിനു മുന്നേ സിക്കിമിലേക്കുള്ള സിക്കിം PSC പരീക്ഷയിൽ, സിക്കിമിലെ ഞാൻ PYQ നോക്കിയാൽ കിട്ടിയാണ് ഒരു PYQവിൽ ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻ നമ്മുടെ UGC നെറ്റിനും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇത് നമ്മുടെ എവിടെ ഡിഗ്രി മെയിൻസിനും ഇവിടെ ചോദിക്കുന്ന ചോദ്യം നോക്കിയോ നിങ്ങൾ. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഓക്കെ, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താ പറഞ്ഞ മക്കളെ? ഇഫ് വി എക്സ്ക്ലൂഡ് സ്പിരിച്വൽ ട്രെയിനിങ് ഇൻ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ വി വുഡ് ബി അൺട്രൂ ടു അവർ ഹോൾ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി നമുക്ക് 11 മുതൽ 15 വരെയുള്ള റെക്കമെൻഡേഷൻസ് എന്താണ്? ഡെവലപ്മെന്റ് ആൻഡ് ഓട്ടോണമി നോക്കാം. ദ ഫൈനൽ സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻ പറയാൻ പോകുന്നത്. അതിനകത്ത് ഒന്നാമത്തെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആണ്. എന്താണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ? ആ സമയത്ത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തൊക്കെയാ മക്കളെ? ഒന്ന്, ഇന്ത്യ സ്വതന്ത്രയായി അല്ലേ. 1947 സ്വതന്ത്രയായി. 1949 നമ്മൾ രാധാകൃഷ്ണ കമ്മീഷൻ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്, റെയിൽവേ, അങ്ങനെ ഗതാഗതം, അങ്ങനെ കുറേ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് അല്ലേ. എന്താണ്? ധനക്കമ്മിയാണ്. അതായത് നമ്മുടെ ധനക്കമ്മി അവിടെ നിൽക്കട്ടെ, അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ജനതയെ തീറ്റിപ്പോറ്റാൻ ആവശ്യമായ ഫുഡ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറിനും വ്യവസായത്തിനപ്പുറം അഗ്രികൾച്ചറിനും അതുപോലെ മൃഗസംരക്ഷണത്തിനും അല്ലേ, ഈ 2 മേഖലയിൽ നമുക്ക് ഫുഡ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുക അല്ലേ. അതിന് രണ്ടിനും മുൻഗണന കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളാണ് പിൽക്കാലത്ത് വന്നത്. അപ്പോൾ ആ സമയത്ത് എഡ്യൂക്കേഷനും ഇതുപോലെ മാറണമെന്ന് പറഞ്ഞു ആര്? രാധാകൃഷ്ണൻ കമ്മീഷൻ. നോക്കൂ മക്കളെ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അതിനകത്ത് ഏറ്റവും പ്രധാനം അഗ്രികൾച്ചർ അല്ലേ. അഗ്രികൾച്ചർ, അതായത് ഒരു റൂറൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണും പൂട്ടി രാധാകൃഷ്ണൻ കമ്മീഷൻ ഓർക്കണം കേട്ടോ. എന്താണ് മക്കളെ? റൂറൽ യൂണിവേഴ്സിറ്റി മറന്നു പോകരുത്. റൂറൽ യൂണിവേഴ്സിറ്റി, 1 റൂറൽ യൂണിവേഴ്സിറ്റി പെർ ഡിസ്ട്രിക്ട് റെക്കമെൻഡഡ്. അത് ഇംപ്ലിമെൻ്റ് ആയില്ല കേട്ടോ, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല.
അതായത് ഓരോ ജില്ലയിലും ഒരു റൂറൽ യൂണിവേഴ്സിറ്റി എന്ന ആശയമാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. ഓക്കെ, ഇനി ബാക്കി പ്രൊഫഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് മെച്ചപ്പെട്ട എഞ്ചിനീയേഴ്സ് വേണമായിരുന്നു, അതുപോലെ മെഡിസിൻ ഡോക്ടേഴ്സ് വേണമായിരുന്നു, അതുപോലെ ലോയേഴ്സ് വേണമായിരുന്നു, അതുപോലെ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് വേണമായിരുന്നു. ഇതെല്ലാം നാഷണൽ നീഡ്സുമായിട്ട് ലിങ്ക് ചെയ്തു എന്നുള്ള എന്താ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഓരോ ക്വാളിറ്റി അല്ലെങ്കിൽ ഓരോ സ്റ്റാൻഡേർഡ് അല്ല, അതിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ ക്വാളിറ്റി തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് IMA പോലുള്ള സംഘടനകൾ അല്ലേ, ബാർ കൗൺസിൽ പോലുള്ള സംഘടനകളൊക്കെ നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ഫലമായിട്ട് പിന്നീട് ഉണ്ടായതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ നിന്നും വരുന്ന ഡോക്ടർക്ക് കൂടുതൽ അറിവും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഡോക്ടർക്ക് ഒരുപക്ഷെ കുറവ് അറിവാണെന്നുണ്ടെങ്കിൽ സംഭവം ശരിയാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെ സിലബസ് കാര്യങ്ങളെല്ലാം ഏകീകൃതമായിട്ട് ഇന്ത്യയിലൊട്ടാകെ ഒരുമിച്ച് തീരുമാനിക്കപ്പെടണം എന്നെല്ലാം ശുപാർശ ചെയ്ത ആരാണ്? നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. മറന്നു പോകരുതേ. എന്തിനാണ് ഇത്? നാഷണൽ നീഡ്സുമായിട്ട് എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം. രാജ്യത്തിൻ്റെ ആവശ്യങ്ങളുമായിട്ട് മീറ്റ് ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അഗ്രികൾച്ചർ. അതിനോടൊപ്പം 5 മറൈൻ ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സമുദ്ര ജൈവസമ്പത്തിനെ കുറിച്ച് പഠിക്കാനും, അതും ഈ ഫുഡുമായി ബന്ധപ്പെടുത്തിയാണ്. അതായത് നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സോഴ്സാണ്, ഫുഡ് സോഴ്സാണ്. നമുക്ക് പോയി പിടിച്ചുകൊണ്ട് വന്നാൽ മതി. ആരും കടലിൽ പോയി മീൻ വളർത്താറില്ലല്ലോ, പണ്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മറൈൻ ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 5 എണ്ണമാണ് സ്ഥാപിക്കാൻ റെക്കമെൻഡ് ചെയ്തത് കേട്ടോ. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ബന്ധപ്പെടുത്തി 5 മറൈൻ ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കാൻ വേണ്ടി രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊഫഷണൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള റെക്കമെൻഡേഷൻസ്. അടുത്ത റൂറൽ യൂണിവേഴ്സിറ്റി അത് മാത്രമായിട്ട് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എന്താണ്? എസ്റ്റാബ്ലിഷ് റൂറൽ യൂണിവേഴ്സിറ്റീസ് ഫോക്കസ് ഓൺ എന്ത് മക്കളെ? അഗ്രികൾച്ചർ, റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ലോക്കൽ എക്കോണമി. പണ്ട് MK ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇന്ത്യ അവളുടെ ഗ്രാമാന്തരങ്ങളിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ലിവ്സ് ഇൻ ഹർ വില്ലേജസ്. അപ്പോൾ ആ ഒരു ഐഡിയയിൽ നിന്നും പ്രചോദനം കൊണ്ടുകൊണ്ടാണ് ഈ റൂറൽ യൂണിവേഴ്സിറ്റി എന്ന ആശയം രാധാകൃഷ്ണൻ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്താ മക്കളെ പറഞ്ഞത്? എന്ത് ചെയ്യണം? ഓരോ ജില്ലയിലും എന്ത് ചെയ്യണം? റൂറൽ യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷേ നടപ്പിലാക്കാൻ പറ്റില്ല പൂർണ്ണമായിട്ടും. എന്തിനാണ്? പ്രധാനമായിട്ടും അഗ്രികൾച്ചറിൽ ഫോക്കസ് ചെയ്യണം, അതുപോലെ റൂറൽ ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യണം, ലോക്കൽ എക്കോണമി എന്നിവയെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് ഉള്ള റൂറൽ യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു രാധാകൃഷ്ണൻ കമ്മീഷൻ. ആരുടെ ഐഡിയയിലാണ് അത് ഇൻസ്പയർഡ് ആയത് മക്കളെ? മഹാത്മാഗാന്ധിയുടെ ഐഡിയയിൽ അല്ലെ. ഏത് ഐഡിയ? ഇന്ത്യ ലിവ്സ് ഇൻ ഹർ വില്ലേജ് എന്ന ഐഡിയയിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് റൂറൽ യൂണിവേഴ്സിറ്റി എന്നൊരു റെക്കമെൻഡേഷൻ കൊണ്ടുവരുന്നത്? രാധാകൃഷ്ണൻ കമ്മീഷൻ കൊണ്ടുവരുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. സബ്ജക്റ്റ് ഏതുമാകട്ടെ, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതായത് കാണാതെ പഠിക്കുന്ന പരിപാടി, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ അല്ലാന്നുണ്ടെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പഠിക്കരുത്. പഠിക്കുന്നത് എന്തിനെന്ന് കൃത്യമാക്കി മനസ്സിലാക്കി പഠിക്കുക. കാരണം നമുക്ക് ഇന്റർവ്യൂവിന് വരെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഇൻസൈറ്റോട് കൂടിയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവിനെ മുൻകൂട്ടി കാണണം ഇപ്പോഴേ. അതുകൊണ്ടാണ് ഓരോ റെക്കമെൻഡേഷൻ്റെ ഉള്ളിൽ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. മക്കളെ, അടുത്ത ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത റെക്കമെൻഡേഷനിലേക്ക് പോകാം. നോക്കാം എന്താണ് വുമൻസ് എഡ്യൂക്കേഷനോട് ബന്ധപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആണ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ചോദിച്ചിട്ടുണ്ടല്ലേ, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ്. വുമൻസ് ആൻഡ് മെൻസ് എഡ്യൂക്കേഷൻ ഷുഡ് ഹാവ് മെനി എലമെന്റ്സ് ഇൻ കോമൺ ബട്ട് ഷുഡ് നോട്ട് ഇൻ ജനറൽ ബി ഐഡന്റിക്കൽ ഇൻ ആൾ റെസ്പെക്ട് ആസ് ഈസ് യൂഷ്വലി ദ കേസ് ടുഡേ എന്ന് കൃത്യമായിട്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ ചാപ്റ്റർ 12 പറഞ്ഞു. ചാപ്റ്റർ 12 പറഞ്ഞു അല്ലെ. ആ ഒരു കോട്ട് എടുത്ത് വെച്ചാണ് കഴിഞ്ഞ തവണ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇതേ ചോദ്യം വരിയൊന്നും മാറ്റാതെ UGC നെറ്റിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറന്നുപോലെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് UGC നെറ്റ് അടക്കമുള്ള നമുക്ക് ഈ കമ്മീഷനുമായി ബന്ധപ്പെടുത്തി നാഷണൽ വൈഡായിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ PYQs നിങ്ങളുടെ മുന്നിൽ വെക്കുന്നുണ്ട്. അതിൽ നിന്നും കണ്ണും പൂട്ടി PYQ നിങ്ങൾക്ക് കിട്ടും, ഒരെണ്ണമെങ്കിലും കിട്ടും. ഇത്രയും കമ്മീഷൻ പഠിക്കുമ്പോഴത്തേക്കും അതിൽ ഒരെണ്ണമെങ്കിലും എന്താണ് സ്റ്റേറ്റ്മെന്റ് പോലും മാറ്റാതെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, നമുക്ക് നോക്കാം. എന്താ മക്കളെ? വുമൻസ് എഡ്യൂക്കേഷനെ ബന്ധപ്പെടുത്തി
വുമൻസ് എഡ്യൂക്കേഷൻ ബന്ധപ്പെടുത്തി എന്താ ഇക്വാലിറ്റി ഇൻ ആക്സസ്, ഇക്വാലിറ്റി ഈ ഒരു വേർഡ് നിങ്ങൾ മറന്നു പോകരുത്. ഇക്വാലിറ്റി ഇൻ ആക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചിരുന്നേ? മെൻസിന് വേണ്ടിയിട്ടാണ് അല്ലേ? ആണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന യൂണിവേഴ്സിറ്റി തന്നെയാണ് കോളേജുകൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സ്ത്രീകൾക്ക് വേണ്ടുന്ന അമ്യൂണിറ്റീസ് ഇല്ലായിരുന്നു. അതൊരു സത്യമായ കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം എന്താണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന വ്യക്തിയാണ് ഈ ഒരു സംഭവത്തിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. പുള്ളിക്ക് അറിയാം എന്താണ് നടക്കുന്നതെന്ന്. അപ്പോൾ ആക്സസിൽ ഈക്വാലിറ്റി വേണം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വന്ന് പഠിക്കാൻ പറ്റണം. പക്ഷേ ഇവിടെ കുറച്ച് എന്ത് വന്നിട്ടുണ്ട്? കുറച്ച് ക്രിറ്റിസിസം വന്നൊരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുമെന്ന് ഞാൻ പറയുന്നത്. നോക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് വെയർ നീഡഡ്. വേറെ എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയെല്ലാം സ്പെഷ്യലൈസ്ഡ് കോഴ്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആർക്ക്? വുമൻസിന്. എന്തുട്ടായി സ്പെഷ്യലൈസ്ഡ് കോഴ്സ്? പെണ്ണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ടെന്നാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ പറഞ്ഞത്. അവിടെയാണ് ആ പ്രശ്നം വന്നത്. ഇപ്പോഴാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി പ്രപ്പോന്ന് ഏറിപ്പോവും. ഞാൻ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ ഈക്വൽ പേ ഫോർ വുമൻ ടീച്ചേഴ്സ് അത് ഓക്കെയാണ്, നോ ഇഷ്യൂസ്. എനിക്കിവിടെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ അന്ന് എന്തുകൊണ്ടാണ് ഈ ക്രിറ്റിസിസം വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ പറഞ്ഞത്? ദ കമ്മീഷൻ സ്ട്രോങ്ലി അഡ്വക്കേറ്റ് ഫോർ വുമൻസ് എഡ്യൂക്കേഷൻ ബട്ട് ആർഗ്യൂഡ് ദാറ്റ് അവർ ആർഗ്യൂ ചെയ്തു ഇറ്റ് ഷുഡ് നോട്ട് ബി മിയർലി ഐഡന്റിക്കൽ ടു മെൻസ് എഡ്യൂക്കേഷൻ. മെൻസ് എഡ്യൂക്കേഷനോട് ഐഡന്റിക്കൽ ആയിട്ട് അല്ല വേണ്ടത് എന്നാ. നോക്കൂ, ഇറ്റ് ഷുഡ് ബി differentiated to match women's distinct social roles while maintaining equal quality and opportunity. ഈ വരിയാണ് മക്കളെ വിമർശനം ഏറ്റെടുത്തത് കേട്ടോ, വിമർശിക്കപ്പെട്ടതാണ്. നമുക്ക് ഇറ്റ് ഷുഡ് ബി ഡിഫറൻഷിയേറ്റഡ് എന്ന് പറഞ്ഞു. ഈ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ കൊടുത്തിരിക്കുന്ന സാധനം തന്നെയാണ്. ഇത് കുറച്ച് വിശാലം എഴുതുന്നുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞത്? വുമൻസ് എഡ്യൂക്കേഷൻ നല്ലതാണ്, അത് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ്, എല്ലാ ആസ്പെക്റ്റിലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു തരത്തിലല്ല പഠിപ്പിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ചില കാര്യങ്ങളിൽ ഇറ്റ് ഷുഡ് ബി ഡിഫറൻഷിയേറ്റഡ്, വ്യത്യാസം കൊണ്ടുവരണം. എന്തിന്? ടു മാച്ച് വുമൻസ് ഡിസ്റ്റിങ്ക്റ്റ് സോഷ്യൽ റോൾസ്. എന്താ അവിടെ ഉദ്ദേശിച്ചത്? അവരുടെ ഡിസ്റ്റിങ്ക്റ്റ് സോഷ്യൽ റോൾ എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉദ്ദേശിച്ചത്? ഹോം മേക്കറാണ് അവരുടെ റോള് എന്നാണ് പറയാതെ ഇവിടെ പറഞ്ഞു വെച്ചതെന്ന് പിന്നീട് ആൾക്കാർ പറഞ്ഞു. ഓക്കെ, അവിടെയാണ് വിഷയം ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ ഡിസ്റ്റിങ്ക്റ്റ് സോഷ്യൽ റോൾസിന് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഡിഫറൻസിയേഷൻ അവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനുശേഷം പറഞ്ഞു എന്താണ്? വൈൽ മെയിൻറ്റെയിനിങ് ഈക്വൽ ക്വാളിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കിട്ടുന്ന വിദ്യാഭ്യാസം ഒരേ ക്വാളിറ്റി ആയിരിക്കണം, ഒരേ ഓപ്പർച്യൂണിറ്റി അവർ കിട്ടണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. ഇനി ചോദിക്കാനുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ തരും. നോക്ക്, വുമൻസ് എഡ്യൂക്കേഷൻ ഏതൊക്കെ കോഴ്സുകളാണ് വുമൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ അഡ്വക്കേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, അതായത് നേരത്തെ പറഞ്ഞില്ലേ അവർ ഹോം മേക്കർ ആണെന്ന് പറയുന്നുണ്ട് അതിനകത്ത്. അതുപോലെ ബൈ ബോൺ അവർ ടീച്ചേഴ്സ് ആണെന്നും പറയുന്നുണ്ട് റെക്കമെൻഡേഷനകത്ത്. എന്താണ്? ബൈ ബോൺ, ബൈ ബർത്ത് തന്നെ അതായത് അമ്മമാരെല്ലാവരും നല്ല ടീച്ചേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. സ്ത്രീകൾ എല്ലാവർക്കും പറ്റിയ ജോലിയാണ് ടീച്ചിങ് എന്ന് പറയുന്നുണ്ട്, നഴ്സിംഗ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഹോം എക്കണോമിക്സ്. ഏതൊക്കെയാണ് മക്കളെ പറഞ്ഞത്? ഹോം എക്കണോമിക്സ്. പിന്നെ പിൽക്കാലത്ത് നമുക്കിപ്പോൾ ഹോം സയൻസ് എന്നുള്ള പുതിയ ശാഖയൊക്കെ വന്നിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. നോക്കാം, ഹോം എക്കണോമിക്സ്, 2 നഴ്സിംഗ്, അടുത്ത ടീച്ചിങ്, അടുത്ത ഫൈൻ ആർട്സ്. ഇത്രയും സ്പെഷ്യൽ കോഴ്സസ് ആണ് ആർക്ക് വേണ്ടിയിട്ട്? ലേഡീസിന് വേണ്ടി റെക്കമെൻഡ് ചെയ്ത്. ആര്? രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇത്തവണത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വരാനാണ് സാധ്യത. എന്താണ്? വുമൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തി ലേഡീസിന് സ്പെഷ്യൽ കോഴ്സ് മെൻഷൻ ചെയ്തു. ആര്? രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇനി ഏതൊക്കെ? ഹോം എക്കണോമിക്സ് എന്താണ്? വീടിന്റെ സാമ്പത്തിക ശാസ്ത്രം, വീട്ടിലേക്ക് പൈസ കൊണ്ടുവരുന്ന അപ്പൻ അല്ലേ, അതെങ്ങനെ ചെലവാക്കണമെന്ന് തീരുമാനിക്കുന്ന അമ്മ എന്നൊക്കെയാണ് അവിടെ വിശാലമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹോം എക്കണോമിക്സ് എങ്ങനെ ഈ പൈസയെ കൃത്യമായിട്ട് ചെലവാക്കാം, എങ്ങനെ സേവ് ചെയ്യാം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്. അടുത്ത നഴ്സിംഗ്, അടുത്ത ടീച്ചിങ്, അടുത്ത ഫൈൻ ആർട്സ്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതാണ് ലേഡീസ് ആർ ഇൻബോൺ ടീച്ചേഴ്സ്. അവർക്ക് ടീച്ച് ചെയ്യാൻ, പഠിപ്പിക്കാൻ പണ്ട് മുതൽ ടാലന്റ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ ഫൈൻ ആർട്സ്, ചെറിയ ചെറിയ ചിത്രകല, ചിത്രപ്പണി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പെണ്ണുങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറയാതെ പറഞ്ഞു വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ അവിടെ കൂടുതൽ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. വാട്ടവർ, സംഗതി മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ അടുത്ത 14ാമത്തെ റെക്കമെൻഡേഷനിൽ പോവുകയാണ്. ഫിനാൻസ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. ഇതൊന്നും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതല്ല, നിങ്ങളിതൊന്നും കൂടുതൽ കാണാതെ പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല. എന്താ പറഞ്ഞത്? ഇൻക്രീസ് ഗവൺമെന്റ് ഫണ്ടിങ്, യൂണിവേഴ്സിറ്റീസ് നീഡ് ഫിനാൻഷ്യൽ ഓട്ടോണമി എന്ന് പറഞ്ഞു. ഗവൺമെന്റ് ഫണ്ടിങ് കൂട്ടാൻ വേണ്ടി പറഞ്ഞു 10 കോടി കേട്ടോ, 10 CR ആണ് മാറ്റി വയ്ക്കാൻ വേണ്ടി നമ്മുടെ കമ്മീഷൻ ആവശ്യപ്പെട്ടത് കേട്ടോ. കാരണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി എടുക്കണമെങ്കിൽ സമയം, പൈസ വേണേ.
സമയം വേണം, പൈസ വേണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി 10 കോടി മാറ്റിവെക്കാൻ പറഞ്ഞു. ഇൻക്രീസ് ഗവൺമെന്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞു. അതുപോലെ എന്താണ്, യൂണിവേഴ്സിറ്റീസ് നീഡ് ഫിനാൻഷ്യൽ ഓട്ടോണമി, അവർക്ക് ഫൈനാൻഷ്യലി ഒരു ഓട്ടോണമി വേണം, ഒരു സ്വയംഭരണാവകാശം അവർക്ക് ആവശ്യമാണെന്നും ആര് പറഞ്ഞു? നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ പറഞ്ഞു. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓട്ടോണമി ഓഫ് യൂണിവേഴ്സിറ്റീസ്. ഇത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കൂ. JNU പോലൊരു സർവകലാശാല എവിടെ നിൽക്കുന്നു? ഡൽഹിയുടെ നടുക്ക് നിൽക്കുന്നു അല്ലേ. JNUലൊക്കെ എന്തോരം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലേ. അതായത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആ ഒരു ഭരണകൂടത്തിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അവർ അതിശക്തമായിട്ട് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അല്ലേ. അവരെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ അവരുടെ പാഠ്യപദ്ധതി നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ പരിഷ്കരിക്കാനോ കഴിയില്ല. അതാ പറഞ്ഞേ ഓട്ടോണമി ഓഫ് യൂണിവേഴ്സിറ്റീസ് അല്ലേ. അവ ഒരു കറക്ഷണൽ ഫോഴ്സ് ആയിട്ട് പോലും ആക്ട് ചെയ്യും. ആർക്കെതിരെ? നമ്മുടെ നിലവിലുള്ള ഭരണ സംവിധാനങ്ങൾക്കെതിരെയൊക്കെ അല്ലേ. യൂണിവേഴ്സിറ്റീസ് ഷുഡ് ബി ഓട്ടോണമസ് ആൻഡ് ഫ്രീ ഫ്രം പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് അല്ലേ. പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ആര്? നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ ഫൈനാൻഷ്യലി അവർക്കൊരു ഓട്ടോണമി ഉണ്ടായിരിക്കണം. അതുപോലെ ഭരണപരമായിട്ടും അവിടെ എന്തുണ്ടാവണം? ഓട്ടോണമി ഉണ്ടാകണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കോഴ്സിലൂടെ കടന്നു പോകാം. നോക്കാം. ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ഡെമോക്രസിയെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലേ. അപ്പോൾ എഡ്യൂക്കേഷനിലും ഡെമോക്രസിയും ബന്ധപ്പെടുത്തി പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത കുറച്ച് കോഴ്സാണ്. ഒന്ന്, എഡ്യൂക്കേഷൻ ഈസ് ദ ഗ്രേറ്റ് ഇൻസ്ട്രുമെന്റ്, ഗ്രേറ്റസ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. പഠനം അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഇൻസ്ട്രുമെന്റ് ആണ്. എന്തിന്? ഓഫ് സോഷ്യൽ എമാൻസിപ്പേഷൻ, സാമൂഹിക വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള. സാമൂഹിക വിമോചനം എന്താ? നമ്മുടെ ജനത എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ അടിച്ചമർത്തപ്പെട്ട് കിടന്ന ജനതയല്ലേ. പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നു, എന്നാൽ അവർക്ക് സാമൂഹിക വിമോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവൻ എഡ്യൂക്കേറ്റഡ് ആകണം. അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം? ബൈ വിച്ച് എ ഡെമോക്രസി എസ്റ്റാബ്ലിഷസ്, അതായത് എഡ്യൂക്കേഷനോട് മാത്രമേ എന്ത് വരത്തുള്ളൂ? ഡെമോക്രസി വരത്തുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. എന്താണ്? ജനാധിപത്യം വരത്തുള്ളൂ. ജനങ്ങൾ അറിയണം അവൻ ഇടുന്ന വോട്ടിന്റെ വില എന്താണെന്നുള്ള കാര്യം. ആരാണ് സുപ്രീം പവർ എന്നറിയണം. ആരാണ് സുപ്രീം പവർ? ജനങ്ങളല്ലേ, പൗരനല്ലേ ആണ് അല്ലേ. അപ്പൊ അത് അറിയണമെങ്കിൽ എന്ത് വേണം? എഡ്യൂക്കേഷൻ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ആവണം അല്ലേ. അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. ഒരിക്കൽ ഉണ്ടായ മാത്രം പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. ആൻഡ് പ്രൊട്ടക്ട്സ് ദ സ്പിരിറ്റ് ഓഫ് ഇക്വാലിറ്റി എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് അല്ലേ. അതായത് സ്പിരിറ്റ് ഓഫ് ഇക്വാലിറ്റി, നമ്മളെല്ലാവരും തുല്യനാണ് എന്നൊരു സ്പിരിറ്റ്, ഒരു ബോധം അതിൻ്റെ മെമ്പേഴ്സിനിടയിൽ, നാട്ടുകാർക്കിടയിൽ ഉണ്ടായി വരണം. അതിനെന്താ ആവശ്യമാണ്? അതിനാവശ്യമായിട്ടുള്ള ഒഴിവാക്കാൻ പറ്റാത്ത ഗ്രേറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു അല്ലേ. സാമൂഹ്യ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രേറ്റ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറഞ്ഞു. ഇനി ടീച്ചേഴ്സ് നോളജ് ആൻഡ് ഫ്രീഡം രണ്ടെണ്ണം പഠിക്കാനുണ്ട്. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ദ ടീച്ചർ ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു. ഒന്നും പറയണ്ട, മൂലക്കല്ല് അല്ലെങ്കിൽ ആണിക്കല്ല്, എഡ്യൂക്കേഷന്റെ ആണിക്കല്ലാണ് ടീച്ചർ എന്ന് ആര് പറഞ്ഞു? നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ പറഞ്ഞു. ഇനി ദർ ഈസ് നോ ഫ്രീഡം വിത്തൗട്ട് നോളജ്. എന്താണ്? നോളജ് ഇല്ലാതെ, അറിവില്ലാതെ ഫ്രീഡം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു. സ്വാതന്ത്ര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയത് കൊണ്ട് മാത്രം എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടണമെന്നുണ്ടോ? ഇല്ല. അവൻ അറിയണം സ്വാതന്ത്ര്യം എന്താണെന്ന് അല്ലേ. എന്താണ് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെന്ന്, എന്താണ് എൻ്റെ അവകാശങ്ങളെന്ന് നാട്ടിലുള്ള സാധാരണക്കാരായ പൗരനറിയണം. അതിനെന്ത് വേണം? എഡ്യൂക്കേഷൻ വേണം അല്ലേ. ദർ ഈസ് നോ ഫ്രീഡം വിത്തൗട്ട് നോളജ്. എഡ്യൂക്കേഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് എന്നാ പറഞ്ഞത്. എന്താ? എഡ്യൂക്കേഷണൽ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദ ഡെമോക്രാറ്റിക് ഫ്യൂച്ചർ ഓഫ് എ ഫ്രീ പീപ്പിൾ. സ്വതന്ത്രമായ ആൾക്കാരുടെ ഡെമോക്രാറ്റിക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കോഴ്സ് നമ്മൾ പഠിച്ചു. ആദ്യം ഒരു കോഴ്സ് ഞാൻ ആദ്യം പറഞ്ഞു തന്നില്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും അല്ലേ. ഓക്കെ ഫൈൻ, നോക്കാം നമുക്ക്. ഇത് വളരെ പെട്ടെന്ന് ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാതിരുന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ആൻസർ ചെയ്യും. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ഡെപ്തിലുള്ള കോഴ്സും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. വിച്ച് എഡ്യൂക്കേഷൻ കമ്മീഷൻ സ്ട്രെസ്സിംഗ് അപ്പോൺ വുമൻസ് എഡ്യൂക്കേഷൻ സ്റ്റേറ്റഡ് ദാറ്റ് വുമൻസ് ആൻഡ് മെൻസ് എഡ്യൂക്കേഷൻ should have many elements in common but should not be in general identical in all respects as is usually the case today എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? നമുക്ക് ഡയറക്റ്റ് ഉത്തരമാണ്. പക്ഷേ നമുക്ക് ഈ ഒരു കോട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ വുമൻസ് എഡ്യൂക്കേഷനെ കുറിച്ച് എന്താണ് നമ്മുടെ കമ്മീഷൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കാത്ത കൂട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ ഉത്തരവ് അല്ലേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
1948, under whose chairmanship a university commission was appointed with the purpose of reconstruction of university education. അല്ലേ, സിമ്പിൾ, നമുക്കറിയാം, എസ് രാധാകൃഷ്ണൻ. ഇനി വിച്ച് കമ്മീഷൻ മെൻഷൻഡ് ദാറ്റ് ഇഫ് വി എക്സ്ക്ലൂഡ് സ്പിരിച്വൽ ട്രെയിനിങ് ഇൻ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ വി വുഡ് ബി അൺട്രൂ ടു അവർ ഹോൾ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത് ആരാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്, അല്ലേ? നമുക്കറിയാം, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കൃത്യമായിട്ട് കോട്ട തന്നിരിക്കുന്നത്, അല്ലേ? കോട്ട് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഞാൻ പറയുന്നു, ഇനിയുള്ള പരീക്ഷയിലും ചോദിക്കും. ഇനി നോക്കൂ, അടുത്തത് UGC നെറ്റിന്റെ മറ്റൊരു ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദി രാധാകൃഷ്ണൻ കമ്മീഷൻ റിഗാർഡിംഗ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ? അല്ലേ, നമുക്കിവിടെ നോക്കൂ എങ്ങനെ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും. നോക്കാം. ദ മീഡിയം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇൻ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. ശരിയാണോ? ശരിയാണോ? എന്താണ് റീജിയണൽ ലാംഗ്വേജ് തന്നെ ആയിരിക്കണം? എന്താണ് മീഡിയം എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷന്റെ മീഡിയം റീജിയണൽ ലാംഗ്വേജ് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ശരിയാണ് എന്ന് ഉറപ്പിക്കാം, അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ നോക്കേ, നമുക്ക് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും മൊണ്ണയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വല്ലതും ഉണ്ടെന്ന് നോക്കാം. ബി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൻ ടു പ്രിപ്പയർ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനൽസ് ഇൻ ഫെഡറൽ ലാംഗ്വേജസ്. ഓക്കെ, അത് നമ്മൾ ഒരുപക്ഷെ ഈ ടെപ്ത് പഠിക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ചിലപ്പോൾ ആ ഒരു മേഖലയോട് പോയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ക്ലാസ് കണ്ട ഒരാളെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സയന്റിഫിക് ആയിട്ട് ടെക്നിക്കൽ ടെർമിനോളജീസ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അതുപോലെ ആൾ ദ ഫെഡറൽ ലാംഗ്വേജസ് മസ്റ്റ് ബി റിട്ടൺ ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചിലപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നോക്കണേ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അല്ലേ? ഏതാണ്? ഇന്റർനാഷണൽ ആൻഡ് സയന്റിഫിക് ടെർമിനോളജീസ് വേർഡ് ഷുഡ് ബി അവോയ്ഡഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതും ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് എത്തില്ല. എന്നാൽ കൂടിയും അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാം. ഇംഗ്ലീഷ് ഷുഡ് ബി ബാനിഷ്ഡ് ഫ്രം ദ ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡ് ഇൻ ഇന്ത്യ. അല്ലെ, ഇമ്മീഡിയറ്റ്ലി അടിയന്തിരമായിട്ട് ഇംഗ്ലീഷിനെ മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു കമ്മീഷനെ കുറിച്ച് ബേസിക് നോളജ് ഉള്ള ആളെ സംബന്ധിച്ചോളം ഇത് മൊണ്ണ തെറ്റാണെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് അറിയാം, ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടികളായി നിങ്ങൾക്ക് അറിയാം. പക്ഷേ നമ്മൾ പരീക്ഷ ഹാളിൽ കയറുമ്പോഴത്തേക്ക് നമുക്ക് വളരെ എളുപ്പമുള്ള രണ്ട് കാര്യങ്ങൾ കിട്ടിയല്ലേ? അപ്പോൾ നമുക്ക് ഇത് ശരിയായത് കൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാം? നമുക്ക് ബി പറഞ്ഞിട്ടില്ല. എന്താണ്? ബിയിൽ ഒരിക്കലും എ ഉൾപ്പെട്ടിട്ടേ ഇല്ല, അല്ലേ? ബിയും സിയും ഡിയുമാണ് ശരിയെന്നാണ് ഈ ഒരു ഓപ്ഷൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ തുരത്തി ഓടിക്കാം, അല്ലേ? അപ്പോൾ അതേ ഒരു കാരണം കൊണ്ട് തന്നെ എ നല്ല ശരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എ ശരിയാണെന്നുള്ള കാര്യം. ആ ഒരു എ ഇവിടെ ഉൾപ്പെടാത്തത് കൊണ്ട് തന്നെ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് തുരത്തി ഓടിക്കാം. അപ്പോൾ ഇനി വരുന്ന നമ്മുടെ മുന്നിലുള്ളത് ഡിയും എയും ആണ്. കാരണം അതിൽ രണ്ടിലും എ ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇനി ഈ നോക്കും മക്കളെ, ഈ മൊണ്ണ തെറ്റാണല്ലേ? മൊണ്ണ തെറ്റാണ് നമുക്കറിയാം. അപ്പോൾ ഈ ശരിയാണെന്ന് പറഞ്ഞ ഒറ്റ തെറ്റ് കൊണ്ട് നമുക്ക് ഇവനെ വെട്ടിക്കളയാം. ഉത്തരം എ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് കൃത്യമായി ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താനുള്ള റൂട്ട് എവിടെ വെച്ചിട്ടുണ്ടാകും? നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് തന്നെ ചെയ്ത് മുന്നോട്ട് പോകാം, കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, കേട്ടോ. അതായത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ എയിംസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ദ രാധാകൃഷ്ണൻ കമ്മീഷൻ? താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയായിരുന്നു എയിംസ്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, അതൊരു എയിം തന്നെ ആയിരുന്നു, അല്ലേ? ശരിയാണ്. അപ്പോൾ അത് ശരിയായത് കൊണ്ട് തന്നെ നമുക്ക് എലിമിനേഷനിലേക്ക് പോകാം. നമുക്ക് ബി എ എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം എന്താണ്? ഇത് ഉത്തരമായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല, അല്ലേ? ഇനി ട്രെയിനിങ് ഫോർ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ, അതും ഒരു എയിം തന്നെയാണ്, അല്ലേ? ട്രെയിനിങ് ഫോർ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ അതൊരു എയിം തന്നെയാണ്. അത് നമുക്ക് ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഡി വെട്ടിക്കളയാം. കാരണം എന്താണ്? ബിയും നമുക്കറിയാം ശരിയാണെന്ന്, അതും വരത്തില്ല. ഇനി പ്രൊമോഷൻ ഓഫ് നാഷണൽ യൂണിറ്റി ആൻഡ് ഇന്റഗ്രേഷൻ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്, അല്ലേ? പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, കാരണം ഇതിൽ രണ്ടിലും സി ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്ത റിഫോം ഓഫ് സെക്കൻഡറി സ്കൂൾ കരിക്കുലം. സെക്കൻഡറി സ്കൂൾ കരിക്കുലം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ എയിം ഒന്നും ആയിരുന്നില്ല, നമുക്കറിയാം, അത് മുതലേ കമ്മീഷനാണ്. അതുപോലെ ഇനി നോക്കുക, പ്രിസർവേഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. ശരിയാണ്, അല്ലേ? ഇന്ത്യൻ കൾച്ചറിനോട് അൺട്രൂ ഒരിക്കലും ആകാൻ പാടില്ല എന്ന് പറഞ്ഞു, അല്ലേ? പറഞ്ഞു. അപ്പോൾ എ, ബി, സി ആൻഡ് ഇ ഓൺലി ആണ് ഉത്തരം. അപ്പോൾ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്, എയും ഉത്തരമായിട്ട് വരില്ല. ഓക്കെ, അടുത്ത നമ്മൾ ഒരു UGC നെറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പരിചയപ്പെടുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ രാധാകൃഷ്ണൻ കമ്മീഷൻ റിഗാർഡിംഗ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഓൺ ഹയർ എഡ്യൂക്കേഷൻ? നോക്കാം. എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? മീഡിയം ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇൻ റീജിയണൽ ലാംഗ്വേജ്, അല്ലേ? നമ്മൾ പഠിച്ചു മീഡിയം ഹയർ എഡ്യൂക്കേഷനെ ബന്ധപ്പെടുത്തി പറയുമ്പോഴത്തേക്കും നമുക്ക് അന്ന് ആ സമയത്ത് ഇംഗ്ലീഷ് ആയിരുന്നു ഹയർ എഡ്യൂക്കേഷന്റെ മീഡിയം എന്ന് പറയുമ്പോഴത്തേക്കും അത് ആസ് എർലി ആസ് പോസിബിൾ മാറ്റണമെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ നിർത്താൻ പറഞ്ഞില്ല, മാറ്റണമെന്നേ പറഞ്ഞോളൂ. പകരം നമുക്ക് എന്താണ് ഒരു ഫെഡറൽ ലാംഗ്വേജ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും നമ്മുടെ മീഡിയം എഡ്യൂക്കേഷനെ കുറിച്ച് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ, അല്ലേ? എന്താണ് മീഡിയം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റീജിയണൽ ലാംഗ്വേജിൽ കൊടുക്കാവുന്നതാണ്. കാരണം താഴെ നിന്നുള്ള കുട്ടികൾ പഠിച്ചു വരുന്നത് അവരുടെ സ്വയം മാതൃഭാഷയിലാണല്ലേ? ആ മാതൃഭാഷയിൽ അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ പഠിക്കാവുന്നതാണ് എന്നുള്ള കാര്യവും നമ്മുടെ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ പെട്ടെന്ന് തന്നെ ഒരു ഫെഡറൽ ലാംഗ്വേജ് ഉണ്ടായിക്കൊണ്ട് വരണമെന്നും പറഞ്ഞു അല്ലേ. അത് എങ്ങനെ ദേവനാഗരി സ്ക്രിപ്റ്റിൽ തന്നെ എഴുതണമെന്നും അത് എന്താകാൻ ഫെഡറൽ ലാംഗ്വേജ് എന്താകാൻ പാടില്ല, സാൻസ്ക്രിറ്റ് ആകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു അറിവ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ദ മീഡിയം ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇൻ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവന ആയതുകൊണ്ട് തന്നെ ഇത് ശരി എന്ന് പറയാത്ത ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ. ഇതും കട്ട് ചെയ്ത് കളയാം, ഇതും കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നോക്കുമ്പോൾ ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ ടു പ്രിപ്പയർ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജി ഇൻ ഫെഡറൽ ലാംഗ്വേജ്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ ക്ലാസ് പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും അല്ലേ. ഏതാണ് ഇത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഡി കൂടെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഉത്തരത്തിലേക്ക് നമ്മൾ അതിവേഗം എത്തുന്നു. ഉത്തരം ഏതാണ് മക്കളെ? ഉത്തരം എ ആണ് ഉത്തരം അല്ലേ. ഉത്തരം എ ആണ്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം. ഇനി നോക്കി ഇരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നല്ല ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ഇതേപോലെ എലിമിനേഷനിൽ തന്നെ മുന്നോട്ട് പോവുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ എയിംസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ദ രാധാകൃഷ്ണൻ കമ്മീഷൻ? ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കടാ, ഒന്ന് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ശരിയാണ് അല്ലേ. അത് ശരിയായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഒരു എയിം തന്നെയാണ്. നമുക്കിത് കളയാം. ഇനി എന്താണ് ട്രെയിനിങ് ഫോർ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ അല്ലേ. ആൾക്കാരിൽ ജനാധിപത്യ ബോധം വളർത്തുക എന്നുള്ളത് അതിൻ്റെ ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ബി പറയാത്തത് കൊണ്ട് നമുക്ക് ഇതും വെട്ടിക്കളയാം. അടുത്തത് പ്രൊമോഷൻ ഓഫ് നാഷണൽ യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രേഷൻ അല്ലേ. ദേശീയോദ്ഗ്രഥനം ലക്ഷ്യം തന്നെയായിരുന്നു, അതിൻ്റെ ഒരു ഗുണമില്ല. റീഫോം ഓഫ് സെക്കൻഡറി സ്കൂൾ കരിക്കുലം അതിൻ്റെ ലക്ഷ്യമല്ല അല്ലേ. അത് നമ്മുടെ മുതലാ കമ്മീഷൻ്റെ ലക്ഷ്യമായിരുന്നു. അത് പ്രിസർവേഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ ഹെറിറ്റേജ്. ശരിയാണ്, ഇന്ത്യൻ കൾച്ചറും ഹെറിറ്റേജും അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മളെന്താണ്, നമുക്കൊരിക്കലും നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിനോട് മുഖം തിരിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഉത്തരം? ഉത്തരം സി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC ആർ കറക്റ്റ് ആസ് പെർ രാധാകൃഷ്ണൻ കമ്മീഷൻ? ദ UGC വാസ് റെക്കമെൻഡഡ് ടു അലോക്കേറ്റ് ഫണ്ട് ടു യൂണിവേഴ്സിറ്റീസ്. ശരിയല്ലേ? ശരിയല്ലേ ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. യെസ്, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇത് വെട്ടിക്കളയാം. അതുപോലെ ദ UGC വാസ് റെക്കമെൻഡഡ് ടു മെയിൻറ്റെയിൻ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ്. അതും ശരിയാണ്. അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരാൻ വേണ്ടിയാണ് UGC കൊണ്ടുവന്നത്. അപ്പോൾ ഇതും വെട്ടിക്കളയാം. ഇനി ഇത് UGC കമ്മീഷൻ കമ്മിറ്റി വാസ് ഫോംഡ് ഇൻ 1945. നമുക്ക് സംശയം തോന്നുന്ന കാര്യമാണ്. UGC നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ല, കമ്മിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കമ്മിറ്റി 1945 ഉണ്ടായി. അത് ശരി തന്നെയാണ് അല്ലേ. അത് ശരി തന്നെയാണ്. അവിടെ നമ്മൾ സംശയത്തിൻ്റെ ഇട കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് UGC ആക്ട് വാസ് പാസ്ഡ് ഇൻ 1948 തെറ്റാണ്. കാരണം UGC റെക്കമെൻഡ് ചെയ്യുന്ന ആരാണ്? രാധാകൃഷ്ണൻ കമ്മീഷനാണ് അല്ലേ. അത് പിന്നെ വന്നത് 1948 അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണ്. നമുക്ക് അതുകൊണ്ട് ഗുണമില്ലേ. ഡി ശരിയാണെന്ന് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതുപോലെ അടുത്ത് പറഞ്ഞത് UGC വാസ് റെക്കമെൻഡ് ടു കോർഡിനേറ്റ് യൂണിവേഴ്സിറ്റീസ് അക്രോസ് ഇന്ത്യ അല്ലേ. ഇന്ത്യക്കകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ. കോർഡിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ കൊണ്ടുവന്നത്. അപ്പോൾ അതും ശരിയായിട്ടുള്ള കാര്യമാണ്. ഉത്തരം ബി ആണ് ഉത്തരം അല്ലേ. ഉത്തരം ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ രാധാകൃഷ്ണൻ കമ്മീഷൻ റിഗാർഡിംഗ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ? ദ മീഡിയം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ഇന്ത്യൻ ലാംഗ്വേജ് നോട്ട് സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞു. ശരിയാണോ? ശരിയാണ് അല്ലേ. അന്ന് ഇംഗ്ലീഷ് ആയിരുന്നു. അതിനെ നമുക്ക് എന്താണ് ഒരു ഇന്ത്യൻ ലാംഗ്വേജ് മാറ്റണമെന്ന് പറഞ്ഞു. അത് സാൻസ്ക്രിറ്റ് ആകാൻ പാടില്ല എന്നും പറഞ്ഞു. അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും വെട്ടിക്കളയാം. ഇനി നോക്കാം. ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ ടു പ്രിപ്പയർ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജീസ് ഇൻ ഫെഡറൽ ലാംഗ്വേജ്. ഫെഡറൽ ലാംഗ്വേജിലേക്ക് നമുക്ക് സയന്റിഫിക് ടെർമിനോളജീസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതും ശരിയായ പ്രസ്താവന തന്നെയാണ്. അതുകൊണ്ട് ഗുണമില്ല. ആൾ ഫെഡറൽ ലാംഗ്വേജസ് മസ്റ്റ് ബി റിട്ടൺ ദേവനാഗരി സ്ക്രിപ്റ്റ്. ശരി, ഫെഡറൽ ലാംഗ്വേജ് ആണെങ്കിൽ അത് ദേവനാഗരി സ്ക്രിപ്റ്റ് എഴുതുന്നത് മാത്രം ഫെഡറൽ ലാംഗ്വേജ് എടുത്താൽ മതി എന്ന് പറഞ്ഞു അല്ലേ. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയല്ലേ. നമുക്ക് ഡിയും ഇയും വായിക്കാതെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ഉത്തരം വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ രാധാകൃഷ്ണൻ കമ്മീഷൻ റിഗാർഡിംഗ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ? നോക്കാം. ദ മീഡിയം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ആൻ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. നോട്ട് സാൻസ്ക്രിറ്റ്. അത് ശരിയല്ലേ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സാൻസ്ക്രിറ്റ് അല്ലാത്ത ഒരു ഒരു ഇന്ത്യൻ ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് എന്തിനെ ഹയർ എഡ്യൂക്കേഷൻ അന്ന് ഇംഗ്ലീഷ് ആയിരുന്നു അതിന് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അതുപോലെ ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ ടു പ്രിപ്പയർ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജീസ് ഇൻ ഫെഡറൽ ലാംഗ്വേജ്. അതും ശരിയാണ്. അപ്പോൾ എ ശരിയായത് കൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ട് വെട്ടിക്കളയാം കേട്ടോ. ബിയും ശരിയാണ്. ബി ശരിയായത് കൊണ്ട് രണ്ടും വെട്ടാൻ പറ്റില്ല, കാരണം ഇതിൽ രണ്ടും ബി ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സി നോക്കാം. സാൻസ്ക്രിറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ആസ് ഫെഡറൽ ലാംഗ്വേജ് ആസ് ഇറ്റ് ഈസ് റിട്ടൺ ദേവനാഗരി. അത് ദേവനാഗരി തന്നെ എഴുതുന്നത്, പക്ഷേ അത് ഫെഡറൽ ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്യാമെന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ അതിലൂടെ വെട്ടിക്കളയാം. അപ്പോൾ ബാക്കി ഉത്തരം ഏതായിരിക്കും? ബി ആയിരിക്കും അല്ലേ. ബാക്കി ശരിയാണെന്ന് നോക്കാം. ഇന്റർനാഷണൽ ആൻഡ് സയന്റിഫിക് ടെർമിനോളജീസ് ഷുഡ് ബി അവോയ്ഡഡ് അല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റ് തന്നെയാണ് അല്ലേ. ഡി തെറ്റ് തന്നെയാണ്. ബി നോക്കാം. ഇംഗ്ലീഷ് മസ്റ്റ് കണ്ടിന്യൂ ടു ബി സ്റ്റഡീഡ് ഇൻ ഹയർ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ശരിയാണ് അല്ലേ. ബി ആണ് ഉത്തരം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ ഫോളോയിങ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ കമ്മീഷൻസ് റെക്കമെൻഡേഷൻസ് ഓഫ് ദ ടീച്ചേഴ്സ് റിഫോംസ്? നമുക്ക് 4 ഡിസ്റ്റിൻക്റ്റ് ക്ലാസ് ഓഫ് ടീച്ചേഴ്സ് വേർ റെക്കമെൻഡഡ്. ശരിയാണ്, 4 ഡിസ്റ്റിൻക്റ്റ് ക്ലാസ് അല്ലേ, വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ് ഓഫ് ടീച്ചേഴ്സിനെ അവർ റെക്കമെൻഡ് ചെയ്തു എന്നുള്ള ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെട്ടിക്കളയാം അല്ലേ. ഇനി ദ റേഷ്യോ ഓഫ് ജൂനിയർ ടു സീനിയർ പോസ്റ്റ് ഷുഡ് ബി 2:1 എന്ന് പറഞ്ഞു. ജൂനിയർ 2 ഉണ്ടെങ്കിൽ സീനിയർ 1 മതി അല്ലേ, അതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതും വെട്ടിക്കളയാം. കാരണം എന്താണ്, ബി ശരിയാണെന്ന് ഈ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ പറഞ്ഞിട്ടില്ല. നോക്ക്, പ്രൊമോഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ സീനിയോറിറ്റി എന്ന് പറഞ്ഞില്ല അല്ലേ, ബേസ്ഡ് ഓൺ മെറിറ്റ് എന്ന് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു മെറിറ്റ് ബേസ് ചെയ്താണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ആ ഒരു കുറ്റം കൊണ്ട് അത് സി തെറ്റല്ലേ, ആ സി ശരിയാണെന്ന് ആര് പറഞ്ഞിരിക്കുന്നു, ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് വരില്ല, ഉത്തരം എ ആയിരിക്കും, ഉറപ്പായിട്ട് എ ആയിരിക്കും. അപ്പോൾ ഇനി ബാക്കിയിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ എയിൽ എന്താണ്, ഡിയും ഇയും ഉൾപ്പെടുന്നുണ്ട് അല്ലേ. ഡി നോക്ക്, ഈക്വൽ പേ ഫോർ വുമൻ ടീച്ചേഴ്സ് വർ റെക്കമെൻഡ്, ശരിയാണ്. സാലറി സ്കെയിൽസ് ഷുഡ് ബി സബ്സ്റ്റാൻഷ്യലി ഇംപ്രൂവ്ഡ്, ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 പ്രസ്താവന വായിച്ചപ്പോൾ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. എന്നാൽ നമ്മൾ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തെന്നുള്ളൂ. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർ ദ റെക്കമെൻഡേഷൻസ് ബൈ രാധാകൃഷ്ണൻ കമ്മീഷൻ റിഗാർഡിംഗ് എക്സാമിനേഷൻ റിഫോംസ്? നോക്ക്, ഡീലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ഗവൺമെന്റ് ജോബ്സ്, ശരിയാണ് അല്ലേ. ഉറപ്പായിട്ട് ഒരു ഡിഗ്രി നേടുന്നത് ഗവൺമെന്റ് ജോലി നേടാനുള്ള യോഗ്യതയായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ശരിയായ പ്രസ്താവന തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് വെട്ടിക്കളയാം. 1/3 ഓഫ് മാർക്സ് റിസർവ്ഡ് ഫോർ ക്ലാസ് വർക്ക്, ശരിയാണല്ലേ. ക്ലാസ് വർക്കിന് അവസാനത്തെ പരീക്ഷ കൊണ്ട് മാത്രം കുട്ടികൾ അളക്കണ്ടെന്ന് പറഞ്ഞു അല്ലേ. 3/1 മാർക്ക് നമുക്ക് കൃത്യമായിട്ടും ക്ലാസ് വർക്കിന് വേണ്ടി നീക്കി വെച്ചു എന്നുള്ള ശരിയായ പ്രസ്താവനയാണ്. അതുകൊണ്ട് ഇത് ഉത്തരമായിട്ട് വരില്ല. ഓൺലി ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ഷുഡ് ബി യൂസ്ഡ് എന്ന് പറഞ്ഞോ, ഒബ്ജക്റ്റീവ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് എന്നേ പറഞ്ഞല്ലോ. അവിടെ സംശയമുള്ളത് കൊണ്ട് നമ്മൾ വിട്ടേക്കാണ്. ഒരുപക്ഷെ നമുക്ക് ഡൗട്ട് ഉണ്ടാകും. ഇത് ക്വസ്റ്റ്യൻ മേക്കറുടെ ഒരു കുരുക്കം എന്ന് വേണമെങ്കിൽ പറയാം. നോക്ക്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഷുഡ് ബി പ്രൊമോട്ടഡ് എന്ന് പറഞ്ഞു അല്ലേ, അത് ശരിയായ പ്രസ്താവന തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വെട്ടിക്കളയാം, ഇത് വെട്ടിക്കളയാം. ഇത് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഉത്തരം ബി ആണ്. ഓഫ് കോഴ്സ് നമുക്കിവിടെ ഒരു ഡൗട്ട് വന്നെങ്കിൽ കൂടിയും നമ്മൾ അവിടെ എന്ത് ചെയ്തു, നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്തു. അതിനെ ഉപയോഗിച്ചല്ല നമ്മൾ എലിമിനേഷൻ കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് ഉറപ്പുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ചാണ് എലിമിനേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അല്ലേ. റോട്ട് ലേണിംഗ് ഷുഡ് ബി റിമൂവ്ഡ് എന്നും പറഞ്ഞു, ശരിയാണ്. അപ്പോൾ എ, ബി, ഡി ആൻഡ് ഇ ഒള്ളിയാണ് ശരിയായ ഉത്തരം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എലിമിനേഷൻ ടെക്നിക്ക് മനസ്സിലാകുന്ന കരുതുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് ഡ്യൂറേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് കോഴ്സസ് ആസ് റെക്കമെൻഡഡ് ബൈ ദ രാധാകൃഷ്ണൻ കമ്മീഷൻ? നമുക്ക് 12 years ഓഫ് സ്കൂളിംഗ് ബിഫോർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എന്ന് പറഞ്ഞു അല്ലേ, അത് ശരിയായ പ്രസ്താവന തന്നെയാണ് അല്ലേ, ആണ്. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്കിവിടെ എന്ത് വെട്ടാം, ബി വെട്ടാം. ബാച്ചിലേഴ്സ് ഡിഗ്രി കോഴ്സ് ടു ബി ഓഫ് 3 years ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു അല്ലേ, അത് 3 വർഷമാണ്. 3 വർഷം ഡിഗ്രി കോഴ്സ് 3 വർഷം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൽ ബി ശരിയാണെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് വെട്ടിക്കളയാം. മിനിമം 180 വർക്കിംഗ് ഡേയ്സ് പെർ ഇയർ എന്ന് പറഞ്ഞു അല്ലേ, അതും ശരിയാണ്. 180 വർക്കിംഗ് ഡേയ്സ് എക്സ്ക്ലൂഡിങ് എക്സാമിനേഷൻ ഡേയ്സ് എന്നാണ് പറഞ്ഞത്. ഇനി മാക്സിമം 3000 സ്റ്റുഡൻസ് ഇൻ ആർട്സ് ആൻഡ് സയൻസ് ടീച്ചിങ് യൂണിവേഴ്സിറ്റിയിൽ 3000 പേരെന്ന് പറഞ്ഞു. അപ്പോൾ ഡി ശരിയാണ്. അപ്പോൾ ഉത്തരത്തിലേക്ക് എത്തി നമ്മളല്ലേ, ഈ വായിക്കാൻ ഉത്തരത്തിലേക്ക് എത്തി നമ്മൾ എന്താണ്, എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഇത് തെറ്റല്ലേ, ഇത് തെറ്റാണ്. എന്താണ് കാര്യം, 2000 പേരിൽ 1500 പേര് അഫിലിയേറ്റഡ് കോളേജിൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തെറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കറക്റ്റ്? ഹി വാസ് ബോൺ ഓൺ 5 September 1988. വർഷം ഓർമ്മയില്ലെന്നുണ്ട്. 5 September നിങ്ങൾക്ക് അറിയാം, കാരണം എന്താണ്, അത് അധ്യാപക ദിനം അല്ലേ, അത് നമുക്കറിയാം. ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ. നോക്കാം, അടുത്ത് നോക്കാം. ഹി വാസ് വൈസ് ചാൻസലർ ഓഫ് ആന്ധ്ര യൂണിവേഴ്സിറ്റി ഫ്രം 1931 to 36. നമ്മളെ മനസ്സിൽ ബനാറസ് ഹിന്ദു സർവകലാശാല മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സംശയം വരാം. ഒരു പക്ഷേ ഇനി അതിനു മുന്നേ ഇയാളായിരുന്നെങ്കിലോ, നിങ്ങൾ ഒരു ബേസിക് നോളജ് ഉള്ള ആളെന്ന നിലയ്ക്കാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം. അതുപോലെ ഈ ക്ലാസ് കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ച് ഇതെല്ലാം അറിയാമായിരിക്കും. He was the India's ambassador to the USA from 1949 to 52. തെറ്റാണ്, അതും പഠിച്ചിട്ടുണ്ടല്ലേ. USSR, കാരണം നമുക്ക് ഏറ്റവും അടുത്തുള്ള വർഷങ്ങൾ നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഇത് പഴയ കാലഘട്ടം നമുക്ക് സംശയം വന്നത്. എന്നാൽ USA അംബാസഡർ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ സി തെറ്റാണെന്ന് നമുക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് സി തെറ്റാണെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് ഇതിൽ ശരിയാണെന്ന് പറഞ്ഞു, ഇതിൽ ശരിയാണെന്ന് പറഞ്ഞു, ഇതിൽ ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെട്ടിക്കളയാം, ഉത്തരം എ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒറ്റ അടിക്കുമ്പോൾ ഉത്തരത്തിലേക്ക് എത്തി. ഇനി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എത്ര ആണെന്നോ റിസീവ്ഡ് ഭാരതരത്ന അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമല്ല. ഒരു മൊണ്ണത്തെറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് രാധാകൃഷ്ണ കമ്മീഷൻസ് റെക്കമെൻഡേഷൻസ് ഓൺ വുമൻസ് എഡ്യൂക്കേഷൻ? നോക്കാം. വുമൻസ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ഐഡന്റിക്കൽ ടു മെൻ ഇൻ ആൾ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അല്ലേ. എല്ലാ റെസ്പെക്റ്റിലും ഒരുപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രസ്താവന തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റാണെന്ന് നമുക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട് അല്ലേ. അവിടെ വുമൻസ് എഡ്യൂക്കേഷനെ പ്രത്യേകം പറഞ്ഞ എന്താണ് മക്കളെ, സ്ത്രീകൾക്കും എഡ്യൂക്കേഷൻ ഒരുപോലെ തന്നെ കൊടുക്കണം, പക്ഷേ ചില കാര്യങ്ങളിൽ വ്യത്യാസം കൊണ്ടുവരണം, അവർക്ക് വ്യത്യസ്തമായ കോഴ്സുകളൊക്കെ അനൗൺസ് ചെയ്തു അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വെട്ടിക്കളഞ്ഞു, നമ്മൾ ഇത് വെട്ടിക്കളഞ്ഞു. നോക്കൂ, അടുത്തത് ഈക്വൽ പേ ഫോർ വുമൻ ടീച്ചേഴ്സ് വേർ റെക്കമെൻഡഡ്. ശരിയാണ്.
അപ്പോൾ അതുകൊണ്ട് ഗുണമില്ല, കാരണം ബിയിലും ഡിയിലും ബി ശരിയാണെന്ന് പറയുന്നു. സ്പെഷ്യൽ കോഴ്സ് ലൈക്ക് ഹോം എക്കണോമിക്സ്, അതുപോലെ നഴ്സിംഗ്, ടീച്ചിങ് ആൻഡ് ഫൈൻ ആർട്സ് വെർ റെക്കമെൻഡ് ഫോർ വുമൺ. ശരിയായ പ്രസ്താവന തന്നെയാണ്. അപ്പോഴേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തി. നമ്മുടെ അതാണ് ഉത്തരം ബി ആയിരിക്കും അല്ലേ, ഉത്തരം ബി ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ അടുത്ത് നോക്കാം. ഡി ശരിയാണോ? വുമൻസ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ഓഫ് ഈക്വൽ ക്വാളിറ്റി ടു മെൻസ്. അതിപ്പോൾ അങ്ങനെ പറഞ്ഞു അല്ലേ. അതുപോലെ വുമൻ ഷുഡ് ബി ഓൺലി സ്റ്റഡി ആർട്സ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞൊന്നുമില്ല, അവർക്ക് വേറെ കാര്യങ്ങളൊക്കെ നേരത്തെ കൊടുത്തു അല്ലേ. അപ്പോൾ ശരിയാണ്. ഇനി നമ്മൾ കുറച്ച് വൺ വേർഡ് ചോദ്യങ്ങളിൽ കടന്നു പോവുകയാണ് മക്കളെ. ശ്രദ്ധിക്കുക. എടാ, നമുക്ക് കൂടുതൽ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സാമിനേഷനിൽ മാത്രമേ കിട്ടൂ. അപ്പോൾ എക്സാം കൃത്യമായിട്ട് എഴുതുക കേട്ടോ. എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്പറെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരിക. ദ രാധാകൃഷ്ണൻ കമ്മീഷൻ വാസ് ഒഫീഷ്യലി കാൾഡ് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? എന്താ അറിയപ്പെടുന്നത്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലേ, നമുക്കറിയാം. അതുപോലെ ഇനി വിച്ച് ഇയർ വാസ് രാധാകൃഷ്ണൻ കമ്മീഷൻ അപ്പോയിന്റഡ് അറിയാം, 1948 അതുപോലെ ഹു വാസ് ചെയർമാൻ നമുക്കറിയാം, ആരാണ്? എസ് രാധാകൃഷ്ണനാണ്. അതുപോലെ ദ രാധാകൃഷ്ണൻ കമ്മീഷൻ വാസ് അപ്പോയിന്റഡ് ബൈ, ആരാ അപ്പോയിന്റ് ചെയ്തത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിന്റ് ചെയ്തത്. അതുപോലെ പ്രൈമറി പർപ്പസ് ഓഫ് ദ രാധാകൃഷ്ണൻ കമ്മീഷൻ വാസ് ടു എന്താണ്? റിഫോം എന്താണ്? ഹയർ എഡ്യൂക്കേഷൻ അല്ലേ, ഹയർ എഡ്യൂക്കേഷൻ സ്റ്റഡി ആൻഡ് സജസ്റ്റ് റിഫോംസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അതുപോലെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സെർവ്ഡ് ആസ് എ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫ്രം എന്ന് തൊട്ട് എന്ന് വരെ? 52 to 62 വരെ, 10 വർഷങ്ങൾ അല്ലേ. അതുപോലെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വാസ് സെർവ്ഡ് ആസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫ്രം, അതിനുശേഷം 62 to 67 വരെ 5 വർഷം അല്ലേ. അതുപോലെ എസ് രാധാകൃഷ്ണൻ റിസീവ്ഡ് ദ ഭാരത് രത്ന ഏത് വർഷത്തിലാണ് വന്നത്? 1954 ഭാരത് രത്ന കിട്ടിയ അദ്ദേഹത്തിന്. അതുപോലെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സെർവ്ഡ് ആസ് ഇന്ത്യസ് അംബാസിഡർ ടു വിച്ച് കൺട്രി? ഏത്? സോവിയറ്റ് യൂണിയന്റെ അംബാസിഡർ ആയിട്ടാണ് 1949 മുതൽ 1952 വരെ അദ്ദേഹം സെർവ് ചെയ്തത്. അതുപോലെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സെർവ്ഡ് ആസ് വൈസ് ചാൻസലർ ഓഫ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതിന്റെ ഒരു കാലയളവ് നോക്കുമ്പോൾ 1939 1948 വരെയാണ്. അതുപോലെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സെർവ്ഡ് ആസ് വൈസ് ചാൻസലർ ഓഫ് ആന്ധ്ര യൂണിവേഴ്സിറ്റി ഫ്രം അതായത് തൊട്ട് 31 to 36 വരെ ആന്ധ്ര യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്നു. അതുപോലെ അക്കോർഡിംഗ് ടു ദ രാധാകൃഷ്ണൻ കമ്മീഷൻ ദ യൂണിവേഴ്സിറ്റി ഷുഡ് ഫംഗ്ഷൻ ആസ് എന്തായിട്ട് ഫംഗ്ഷൻ ചെയ്യണോടാ? എന്താണ്? ഒരു നേഷൻ ബിൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടല്ലേ, ഒരു രാജ്യത്തെ ബിൽഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എയിം ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അക്കോർഡിംഗ് ടു രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലേ? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എയിമാണ്, ട്രെയിനിങ് ഫോർ ഡെമോക്രസി എയിമാണ്, റിഫോം ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എയിം അല്ല അല്ലേ. അതുപോലെ എന്താണ്? അപ്പോൾ പ്രിസർവേഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ എയിമാണ്. അതുപോലെ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വിച്ച് ബോഡി? ഏതാ മക്കളെ? യൂണിവേഴ്സിറ്റി UGC അല്ലേ, യുജിസിയുടെ ഫോർമേഷൻ ആണ് അത് കൊടുത്തൊരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ. അതുപോലെ വെൻ വാസ് ദ UGC ആക്ട് പാസ്ഡ്? 1956 UGC ആക്ട് നിലവിൽ വരുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മിറ്റി എന്നാവുന്നു മക്കളെ, അതെന്നാണ് 1945 അത് വന്നു അല്ലേ. അതുപോലെ അക്കോർഡിംഗ് ടു ദ രാധാകൃഷ്ണൻ കമ്മീഷൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് അഡ്മിഷൻസ് ടു യൂണിവേഴ്സിറ്റി ഷുഡ് കറസ്പോണ്ട് ടു വിച്ച് എക്സാമിനേഷൻ? ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ കഴിയണം അല്ലേ, 12 വർഷത്തെ സ്കൂളിംഗ്, അതാണ് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞാൽ. ദ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ഫസ്റ്റ് ഡിഗ്രി കോഴ്സ് ബാച്ചിലേഴ്സ് ഇൻ ആർട്സ് ആൻഡ് സയൻസ് എത്ര? 3 വർഷമായിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ മിനിമം നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് പെർ ഇയർ റെക്കമെൻഡ് ബൈ ദ രാധാകൃഷ്ണൻ കമ്മീഷൻ വാസ് എത്രയാണ്? 180 ദിവസമാണ്. അതുപോലെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എവിടെ? ടീച്ചിങ് യൂണിവേഴ്സിറ്റികളിൽ 3000ഉം അതുപോലെ നമ്മുടെ എന്തിനാണ് അഫിലിയേറ്റഡ് കോളേജസിൽ 1500 മതി എന്ന് പറഞ്ഞു അല്ലേ. ദ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് ദാറ്റ് ട്യൂട്ടോറിയൽ ഷുഡ് ബി കണ്ടക്ടഡ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് ഹൗ മെനി സ്റ്റുഡൻസ്? എത്ര? 6 മെമ്പേഴ്സ് അടങ്ങുന്ന കുട്ടികളുടെ ഗ്രൂപ്പ് വെച്ചാണ് ട്യൂട്ടോറിയൽ കൊടുക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ റിഗാർഡിംഗ് ടെക്സ്റ്റ് ബുക്ക് ദ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് എന്താ പറഞ്ഞേ? there should be no prescribed textbooks for any of the courses അല്ലേ. ഒരു കോഴ്സിനും ഒരു പുസ്തകം വെച്ച് നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ ലൈബ്രറിയിൽ പോയി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു രാധാകൃഷ്ണൻ കമ്മീഷൻ. അതുപോലെ വാട്ട് പ്രൊപ്പോർഷൻ ഓഫ് മാർക്സ് ഡിഡ് രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് ഷുഡ് ബി റിസർവ്ഡ് ഫോർ ഇന്റേണൽ അസസ്മെന്റ് അല്ലെങ്കിൽ ക്ലാസ് വർക്കിന്? എത്ര? 1/3 മാർക്കാണ്. 1/3 മാർക്ക് അല്ലേ, 3/1 മാർക്ക്. ദ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് ദാറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഷുഡ് നോട്ട് ബി റിക്വയർഡ് ഫോർ എന്തിന്? ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് യൂണിവേഴ്സിറ്റി ഡിഗ്രി വേണ്ട, പകരം വേറെ പരീക്ഷകൾ അതിനുവേണ്ടി നടത്തണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടുമായിരുന്നു, അങ്ങനെയല്ല, അങ്ങനെ അത് മാറ്റിയതാരാണ്? രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അതുപോലെ അക്കോർഡിംഗ് ടു ദ രാധാകൃഷ്ണൻ കമ്മീഷൻ ദ മീഡിയം ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ഇവൻച്വലി ബി റീപ്ലേസ്ഡ് ബൈ എന്ത് വെച്ചിട്ട്? ആൻ ഇന്ത്യൻ ലാംഗ്വേജ് നോട്ട് സാൻസ്ക്രിറ്റ് എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞത്. അതുപോലെ അത് റീജിയണൽ ലാംഗ്വേജും ആകാം കേട്ടോ, അവിടെ ഒരു എതിർപ്പില്ല കമ്മീഷന്. ഇനി ദ രാധാകൃഷ്ണൻ കമ്മീഷൻസ് വ്യൂ ഓൺ ഇംഗ്ലീഷ് വാസ് എന്താണ്? ഇംഗ്ലീഷ് എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് മസ്റ്റ് കണ്ടിന്യൂ ടു ബി സ്റ്റഡീഡ് ഇൻ ഹൈ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് എന്നാണ് പറഞ്ഞത് അല്ലേ, ഒരിക്കലും എടുത്ത് മാറ്റാൻ പറഞ്ഞില്ല. ഇനി ദ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് വിച്ച് സ്ക്രിപ്റ്റ് ഫോർ ദ ഫെഡറൽ ലാംഗ്വേജ് കഴിവതും ദേവനാഗരി സ്ക്രിപ്റ്റ് തന്നെ എഴുതുന്നതായിരിക്കണമെന്ന് പറഞ്ഞു അല്ലേ, കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ് അത് തന്നെയാണ്. അതുപോലെ ഹിന്ദി വാസ് അഡോപ്റ്റഡ് ആസ് എ ഫെഡറൽ ലാംഗ്വേജ് എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്തത് മക്കളെ? 1949 14 സെപ്റ്റംബറിലാണ് ഹിന്ദിയെ ഫെഡറൽ ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ റിഗാർഡിംഗ് ഇന്റർനാഷണൽ സയന്റിഫിക് ടെർമിനോളജി ദ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് എന്താ പറഞ്ഞത്? ഇന്റർനാഷണൽ ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ടെർമിനോളജി ഷുഡ് ബി അഡോപ്റ്റഡ് ആൻഡ് അഡാപ്റ്റ് ടു ഇന്ത്യൻ ഫോണറ്റിക് സിസ്റ്റംസ്. ഇന്ത്യയുടെ ഫോണറ്റിക് സിസ്റ്റംസിനോട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്താണ് ഇന്റർനാഷണൽ ടെർമിനോളജീസ് എല്ലാം അഡോപ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലേ.
അതുപോലെ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് യൂണിവേഴ്സിറ്റി ഷുഡ് എസ്റ്റാബ്ലിഷ് ഹൗ മെനി ഡിസ്റ്റിങ്ക്റ്റ് ക്ലാസ് ഓഫ് ടീച്ചേഴ്സ്. എത്ര? നാല് അല്ലേ? പ്രൊഫസർ, റീഡർ, ലെക്ചറർ, ഇൻസ്ട്രക്ടർ, അല്ലേ? ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഫെലോസ്. അപ്പോൾ പ്രൊഫസറും റീഡേഴ്സും ആണ് എപ്പോഴും ഹയർ ആയിട്ട് നിൽക്കുന്നത്. ലെക്ചേഴ്സും ഇൻസ്ട്രക്ടേഴ്സും നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ടും അല്ലേ? ജൂനിയേഴ്സ് ആയിരിക്കും അല്ലേ? ഓക്കെ. അതുപോലെ ദ റെക്കമെൻഡ് റേഷ്യോ ജൂനിയർ ടു സീനിയർ വരുമ്പോഴത്തേക്ക് ജൂനിയർ 2 സീനിയർ 1 2:1 ആണ് അല്ലേ? സീനിയർ ടു ജൂനിയർ ആണെങ്കിൽ 1:2 അങ്ങനെ തിരിച്ച് പറയാം. അതുപോലെ അക്കോർഡിംഗ് ടു ദ രാധാകൃഷ്ണൻ കമ്മീഷൻ പ്രൊമോഷൻസ് ഫ്രം വൺ ഗ്രേഡ് ടു അനദർ ഷുഡ് ബി ബേസ്ഡ് ഓൺ സീനിയോറിറ്റി അല്ല മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നീയൊക്കെ പ്രൊമോഷൻ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ ഓൺ ദ ഇഷ്യൂ ഓഫ് ഈക്വൽ പേ എന്താ പറഞ്ഞത്? എന്താണ്? റെക്കമെൻഡ് ഈക്വൽ പേ ഫോർ വുമൻ ടീച്ചേഴ്സ് അല്ലേ? ലേഡീസ് ആയിട്ടുള്ള ടീച്ചേഴ്സിനും ഈക്വൽ പേ കൊടുക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ ഇനി കുറച്ച് അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി ചോദ്യങ്ങളെല്ലാം നിങ്ങളെ എക്സാമിനേഷൻ അത് കിട്ടും. ഇനി എ ആൻഡ് റീ നോക്കാം. ഇനി എ ആൻഡ് ആർ നോക്കാം. ദ രാധാകൃഷ്ണൻ കമ്മീഷൻ സ്റ്റേറ്റഡ് ദാറ്റ് വുമൻസ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ഐഡന്റിക്കൽ ടു മെൻസ് എഡ്യൂക്കേഷൻ ഇൻ ആൾ റെസ്പെക്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ് അല്ലേ? അസേഷൻ തെറ്റാണ്. ഒരിക്കലും അങ്ങനെയാണ് പറഞ്ഞില്ല. അപ്പോൾ എന്തൊക്കെ നമ്മൾ ഇത് വന്നിരിക്കുന്നത്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ എന്ന് പറഞ്ഞാൽ വരില്ല. അസേഷൻ തെറ്റല്ലേ ഡേ? തെറ്റാണല്ലേ? ഓക്കെ. അപ്പോൾ അത് വരില്ല, ഇതും വരില്ല. ഇതിലും എ ട്രൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ എ ട്രൂ എന്ന് പറയുന്നു. അപ്പോൾ ഉത്തരം ഡി ആണ്. വളരെ സിമ്പിളായ ഉത്തരത്തിലേക്ക് എത്താം. നമുക്ക് റീസൺ വായിച്ചോളൂ നോക്കണ്ട അല്ലേ? കാരണം എ ഒരു മുണ്ണ തെറ്റാണ് എഴുതിയിരിക്കുന്നത്. ഇനി നോക്കാം അടുത്ത അസേഷൻ. ദ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് ദാറ്റ് ഇന്റർനാഷണൽ സയന്റിഫിക് ടെർമിനോളജി ഷുഡ് ബി അവോയ്ഡ് എൻറ്റയർലി എന്ന് പറഞ്ഞാൽ അതും തെറ്റ് തന്നെയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് ഡി ആണ് ഉത്തരം. കാരണം ഇതിലെല്ലാത്തിലും എ ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ അടുത്ത് നോക്കാം അസേഷൻ. ദ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് ഈക്വൽ പേ ഫോർ വുമൻ ടീച്ചേഴ്സ് ഇൻ യൂണിവേഴ്സിറ്റീസ് അല്ലേ? ശരിയായിട്ടുള്ളൊരു അനുമാനമാണ്, അസേഷനാണ്. അതിൻ്റെ റീസൺ നോക്കാം. ദ കമ്മീഷൻ സ്ട്രോങ്ലി അഡ്വക്കേറ്റഡ് ഫോർ വുമൻസ് ഈക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് ടീച്ചിങ്ങിലും എഡ്യൂക്കേഷനും ഈക്വാലിറ്റി ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈക്വൽ പേ പറഞ്ഞത് അല്ലേ? അപ്പോൾ എന്താണ്? എയും ആറും കറക്റ്റാണ്. മാത്രമല്ല ഈ റീസൺ എന്ന് പറയുമ്പോൾ അസേഷനെ സാധൂകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഉത്തരം എ ആയിരിക്കും വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാധാകൃഷ്ണൻ കമ്മീഷൻ വാസ് ദ ഫസ്റ്റ് മേജർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഫോക്കസ്ഡ് എക്സ്ക്ലൂസീവ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അത് ശരിയായിട്ടുള്ളൊരു സംഭവമാണ് അസേഷൻ. ഓക്കെ. ഇനി റീസൺ വന്നത് കോത്താരി കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ബിഫോർ ദ രാധാകൃഷ്ണൻ കമ്മീഷൻ. തെറ്റാണല്ലേ? അപ്പോൾ എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫാൾസ് എന്ന് പറഞ്ഞ ഉത്തരം സി ആയിരിക്കും ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത് നോക്കാം. ദ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് ദാറ്റ് ട്യൂട്ടോറിയൽ ഷുഡ് ബി കണ്ടക്ടഡ് ഫോർ ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 10 സ്റ്റുഡൻസ്. 6 സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പാണ് ട്യൂട്ടോറിയൽ ചെയ്യേണ്ടത് പറഞ്ഞു. ട്യൂട്ടോറിയൽ മാത്രമല്ല, നമുക്ക് മാസ് ലെക്ചേഴ്സും വേണം, ലൈബ്രറി എല്ലാം വേണം. പക്ഷേ ട്യൂട്ടോറിയൽ അവിടെ പറഞ്ഞത് 10 അല്ല 6 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ തെറ്റാണ്, ആ സെഷൻ തെറ്റാണ്. അപ്പോൾ എ ട്രൂ എന്ന് പറഞ്ഞാൽ എല്ലാം വെട്ടിക്കളയാം അല്ലേ? അപ്പോൾ എ ആൻഡ് ആർ ആർ ട്രൂ. ഇത് കളയാം, ഡി ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വളരെ ലളിതമായിട്ട് കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ, കൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പഠിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്ത് ചെയ്യുക? നമ്മൾ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ള ചോദ്യം വന്നാലും നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ആക്കാൻ പറ്റും. അതുപോലെ ഓരോ ക്ലാസ്സുകളും സഹകാരി ഇതുപോലെയാണ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈ അവസാന നിമിഷം വരെ കണ്ടൊരു ഉദ്യോഗാർത്ഥി എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരാൻ നേരത്ത് ഈ ഒരു ക്ലാസ് കണ്ടതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾ എന്നെ വിളിക്കണം. സന്തോഷം അതൊക്കെയാണ് അല്ലേ? 9497742944. ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഓക്കെ. ഈ നമ്പറിൽ ഒന്ന് വിളിക്കണം. ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി മെയിൻസ് പരീക്ഷ കഴിയുന്ന ദിവസം ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നിന്നൊരു ചോദ്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. അത് നമ്മുടെ സന്തോഷം, ആ സന്തോഷം പങ്കുവയ്ക്കാം. പരീക്ഷ കഴിയുന്ന ദിവസം വിളിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് ഈ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലിലെ സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ കൃത്യമായിട്ട് അമർത്തുക. അതുപോലെ ബെൽ ബട്ടണിൽ നിങ്ങൾ അമർത്തുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് താഴെ രേഖപ്പെടുത്തുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടോ കാര്യങ്ങളുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യണം മക്കളെ. ഒരുമിച്ച് നമുക്ക് വളരാം. ഇത്തവണത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് സഹകാരി നിങ്ങളോടൊപ്പം ഉണ്ട്. അടുത്ത ക്ലാസ്സുകൾക്കും അതുപോലെ നോട്ട്സിനും അതുപോലെ എക്സാമിനേഷനും വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഗ്രൂപ്പ് വഴി നമുക്കിത് പൂരിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ അറിയാണ്. അടുത്ത ക്ലാസ്സിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.